അൽഹംദുലില്ലാ അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു തആല കുടുംബസമേതം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം, ഏറ്റവും വലിയ അഭിലാഷം എന്ന് പറയുന്നത് സ്വർഗത്തിൽ കുടുംബസമേതം പ്രവേശിക്കണം എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ കർമ്മങ്ങളുടെയും എല്ലാ കൂടിയിരുത്തങ്ങളുടെയും എല്ലാ പ്രവർത്തനങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് കുടുംബസമേതം സ്വർഗത്തിൽ പ്രവേശിക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് റമളാനിലെ നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്തിട്ടുള്ളത്. പഠിച്ച റബ്ബ് സുബ്ഹാനഹു തആല അത് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ മജ്ലിസുകളിലൊക്കെ, ഇൽമിൻ്റെ മജ്ലിസുകളിലൊക്കെ താബികളും സഹാബിമാരുമൊക്കെ ഒന്ന് ചേർന്നിരിക്കുമ്പോൾ അവർ പരസ്പരം പറഞ്ഞിരുന്നൊരു വർത്തമാനമുണ്ട്. മിൻഹുന നബ്ദ് വഫിൽ ജന്നത്തി നൽതഖി. ഇവിടെ നിന്ന് തുടങ്ങാം, സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ എന്നുള്ളതാണ്. അതേ നിയ്യത്തോടു കൂടിയാണ് നമ്മളും ഈ സദസ്സിലിരിക്കുന്നത് എങ്കിൽ അള്ളാഹു നമ്മുടെ ആ ആഗ്രഹം സഫലീകരിച്ചു തരും ഇൻഷാ അള്ളാഹ്. അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെ നമ്മുടെ ഈ ഒരു മുറാദ്, കുടുംബത്തോടൊപ്പമുള്ള സ്വർഗത്തിലേക്കുള്ള പ്രവേശനം, അത് സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല ഈ റമളാനിലേക്ക് തിരഞ്ഞെടുത്ത ആളുകളാണ് നമ്മൾ. തിരഞ്ഞെടുത്ത ആളുകളെന്ന് പറയാൻ കാരണം നമുക്കറിയാം, ഇനിയൊരു റമളാനിൽ നമ്മൾ ഉണ്ടാകുമോ, ഇതുപോലെയൊക്കെ കൂടിയിരിക്കുമോ എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. ഇതൊരു പ്രഭാഷണത്തിന് വേണ്ടി പറയുന്ന വർത്തമാനമല്ല, നമുക്കൊക്കെ നല്ല ബോധ്യമുള്ള വാക്കാണ്. കാരണം ഇത് തിരഞ്ഞെടുത്തതാണെന്ന് ഞാൻ പറയാൻ കാരണം, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മുടെ കൂടെ റമളാനിലുണ്ടായിരുന്ന ചില ആളുകൾ, നമ്മളെക്കാളും ആരോഗ്യമുള്ള ആളുകൾ, നമ്മളെക്കാളും ചെറുപ്പമുള്ള ആളുകൾ, നമ്മളെക്കാളുമൊക്കെ ഓടി നടന്നിരുന്ന ആളുകൾ, അവരിൽ ചില ആളുകൾ ഈ റമളാനിൽ വന്നിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു തആല അവരെ കൂട്ടിക്കൊണ്ടുപോയി നമ്മളെ മാറ്റി നിർത്തി ഒരു റമളാനിലേക്ക് കൂടി. ഇത് വലിയൊരു അനുഗ്രഹമാണ്. ഈ റമളാന് നമുക്ക് ലഭിച്ചു എന്നതിൻ്റെ അവസാനത്തെ പത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. അത് വലിയൊരു അനുഗ്രഹമാണ്. വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ത്വൽഹാ റളിയല്ലാഹു അൻഹു ഒരിക്കലും റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ടല്ലോ, റസൂലേ, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാൻ എൻ്റെ സ്വപ്നത്തിൽ ഒരു കാര്യം കണ്ടു. സ്വപ്നത്തിൽ കണ്ടത് നമ്മുടെ നാട്ടിൽ നിന്ന് മരണപ്പെട്ട 2 ആളുകളെയാണ്. ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായ ഒരു മനുഷ്യനാണ്. ആ ഷഹീദായ ഒരു മനുഷ്യൻ്റെ അദ്ദേഹം ഷഹീദായതിനു ശേഷം 1 വർഷം കഴിഞ്ഞ് സാധാരണ രീതിയിൽ മരണപ്പെട്ട ഒരാളുണ്ട്. എന്നാൽ ആ സാധാരണ രീതിയിൽ മരണപ്പെട്ട ആ മനുഷ്യനാണ് ആദ്യം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. എന്താണ് റസൂലേ ഇതിന് കാരണം? ഷഹീദായ ഒരു മനുഷ്യൻ അവിടെ ഉണ്ടല്ലോ, അദ്ദേഹത്തെക്കാൾ നേരത്തെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് സാധാരണ രീതിയിൽ മരണപ്പെട്ട ഈ വ്യക്തിയാണ്. എന്താണ് റസൂൽ അതിന് കാരണം എന്ന് ചോദിക്കുന്നുണ്ട്. അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. റസൂൽ തിരിച്ചു ചോദിച്ചു, ത്വൽഹ, നിനക്ക് അവിടെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 1 വർഷം കൂടി അധികം ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതെ യാ റസൂലേ. ബലാ യാ റസൂലല്ലാഹ്. വീണ്ടും ചോദിച്ചു റസൂല്, അദ്ദേഹത്തിന് 1 റമളാന് കൂടി അധികം ലഭിച്ചിട്ടുണ്ടോ? അതേ റസൂലേ, അദ്ദേഹത്തിന് 1 റമളാന് കൂടി അധികം ലഭിച്ചിട്ടുണ്ട്. പിന്നെയും ചോദിച്ചു, അദ്ദേഹത്തിന് 1 ലൈലത്തുൽ ഖദർ കൂടി അധികം ലഭിച്ചിട്ടുണ്ടോ? അതേ റസൂലേ, 1 ലൈലത്തുൽ ഖദർ കൂടി അധികം ലഭിച്ചിട്ടുണ്ട്. അത് മതി അദ്ദേഹത്തിന്, ഈ ഷഹീദായ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകുന്നതിനേക്കാൾ വേഗത്തിൽ അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് പോകാനെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് വലിയ അനുഗ്രഹമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ റമളാൻ നമ്മളോട് വിട പറയാൻ പോവുകയാണ്. ഈ റമളാൻ നമ്മളോട് വിട പറയാൻ പോകുമ്പോൾ ചില ആളുകളുടെ മുഖത്ത് പ്രസന്നതയുണ്ട്. കാരണം എന്താണ്? അവർക്ക് നേടാൻ പോകുന്ന അതിനെല്ലാം, റമളാനിൽ നിന്നെല്ലാം ഒരുപാട് പുണ്യങ്ങൾ നേടി അതിൻ്റെ പ്രതിഫലം കാത്തിരിക്കുന്നവരാണ്. എന്നാൽ ചില ആളുകളുടെ മുഖം എന്ന് പറയുന്നത് വർണ്ണമാണ്. കാരണം എല്ലാം മാറ്റിവെച്ച് നീട്ടിവെച്ച് അവസാനം നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. കഴിഞ്ഞ റമളാനിലൊക്കെ നമ്മൾ കഴിയുമ്പോൾ ചില ആളുകൾ പരസ്പരം പറഞ്ഞിരുന്നല്ലോ, ഇതെത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോയത്. ഞാനൊന്ന് ഖുർആൻ ഒരാവർത്തി
പാരായണം ചെയ്യണമെന്ന് കരുതിയിരുന്നു. ഒരാവർത്തിയെങ്കിലും അതിൻ്റെ മലയാള പരിഭാഷയൊന്ന് പഠിക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ വളരെ വേഗത്തിൽ പെട്ടെന്ന് തീർന്നു പോയിട്ടോ എന്ന് പറയാറുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ആദ്യം തന്നെ കുത്തിബ അലൈക്കും സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും എന്ന് പഠിപ്പിച്ചു തന്ന, പറഞ്ഞു തന്ന റമളാൻ നോമ്പ് നിർബന്ധമാക്കി എന്ന് പറയുന്ന ആയത്തിനോടൊപ്പം തന്നെ പറഞ്ഞിരിക്കുന്നു. അതിന് തുടർച്ചയായിട്ട് തന്നെ പറയുന്നു അയ്യാമം മഅദൂദാത്ത്. അത് എണ്ണപ്പെട്ട ദിവസം മാത്രമാണ്. അത് എണ്ണപ്പെട്ട ദിവസം മാത്രമാണ്. നമുക്ക് വളരെ വേഗത്തിൽ കഴിഞ്ഞു പോകുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ റമളാന് കഴിയുന്നത്, റമളാനെ സംബന്ധിച്ചിടത്തോളം അത് മീസാനുൽ ആം എന്നാണ് പറയുക. അതൊരു തുലാസാണ്, ഒരു വർഷത്തിൻ്റെ കണക്കാണ്, കണക്ക് തൂക്കുന്ന ഒന്നാണ്. അഥവാ നമ്മൾ ഒരു അന്വേഷണ കമ്മീഷനാണ് റമളാൻ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് കർമ്മങ്ങൾ ചെയ്തു അത് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി കൊടുക്കും എന്നുള്ളതാണ്. ആ ഒരു വിചാരത്തോടുകൂടി ഇത് എൻ്റെ അവസാനത്തെ റമളാനാണല്ലോ എന്നുള്ള വിചാരത്തോടുകൂടി ഈ കഴിഞ്ഞ് വരാനിരിക്കുന്ന രാവുകൾ വളരെ പ്രധാനപ്പെട്ട രാവുകളാണ്. നമ്മളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 27-ാം രാവിലെ അല്ലെങ്കിൽ നമ്മുടെ ലൈലത്തുൽ ഖദ്റിനെ നമ്മൾ കാത്തുകൊള്ളുക, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് ഇരിക്കുക, അല്ലെങ്കിൽ നമ്മളതിനെ കാത്തിരിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള അവസാനത്തെ 10ലേക്കാണ് നമ്മൾ കടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതെൻ്റെ അവസാനത്തെ റമളാനാണെന്ന ബോധത്തോടുകൂടി ഇതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതിനുവേണ്ടി കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് അരയും തലയും മുറുക്കി നമ്മൾ ഇറങ്ങുക. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ സുന്നത്തിനെ നമ്മൾ സ്വീകരിക്കുക, രാവിനെ പകലാക്കി തീർക്കുക. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ ഒരു രീതിയെ നമ്മളും സ്വീകരിച്ചുകൊണ്ട് വീടുകളിൽ നിന്നിറങ്ങി പള്ളികളിലേക്ക് വന്ന് പള്ളികളിൽ രാപ്പാർക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ നമ്മുടെ ഇത്തികാഫ് സംഗമങ്ങളിലൊക്കെ സജീവമായിട്ട് പങ്കെടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ് അമകമായി എനിക്ക് പറയുവാനുള്ളത്. റമളാനിൽ നമുക്കറിയാം, നമ്മൾ പറഞ്ഞിട്ടുള്ള വിഷയം സ്വർഗം കിനാവ് കണ്ട് നടക്കുന്നവർ എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, സ്വർഗമാണ് എല്ലാവരുടെയും എല്ലാ കർമ്മങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത്. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മളെപ്പോഴെങ്കിലും കിനാവിൽ സ്വർഗത്തെ കണ്ടിട്ടുണ്ടോ? സ്വർഗത്തെ നമ്മൾ കിനാവിൽ കണ്ടിട്ടുണ്ടോ? നമ്മുടെ സ്വപ്നത്തിൽ സ്വർഗം വന്നിട്ടുണ്ടോ? നമ്മളെ സ്വപ്നത്തിൽ പലതും കടന്നു വന്നിട്ടില്ലേ? നമ്മളൊരു ടൂറ് പോകാൻ അല്ലെങ്കിൽ ഒരു വിനോദസഞ്ചാരത്തിന് വേണ്ടി ഒരുങ്ങുന്ന രാത്രിയിൽ പിറ്റേന്നാൾ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ കിനാവിൽ, നമ്മുടെ ഉറക്കത്തിൽ, നമ്മുടെ സ്വപ്നത്തിൽ, നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കാണാൻ പോകുന്ന ആ സ്ഥലങ്ങളും ആ യാത്രയും ഒക്കെ കടന്നു വന്നു എന്ന് വരും. പക്ഷെ നമ്മുടെ സ്വർഗം നമ്മുടെ കിനാവിൽ കണ്ടിട്ടുണ്ടോ? അതാണ് ഒന്നാമത് നമ്മളൊന്ന് ഇരുന്ന് ആലോചിക്കേണ്ട കാര്യം. എപ്പോഴെങ്കിലും കിനാവിൽ നമ്മുടെ ഭാര്യയെ ചേർത്ത് പിടിച്ച് ഉപ്പ മുമ്പിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അള്ളാഹിൻ്റെ റസൂല് നയിക്കുന്ന ഒരു കാഫില, സ്വർഗത്തിലേക്ക് നയിക്കുന്നൊരു കാഫില, ആ കാഫിലയിൽ ചേർന്നുകൊണ്ട് ഉപ്പ ധൃതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഉമ്മയും ഉപ്പയുടെ അടുത്തേക്ക് എത്തുവാൻ വേണ്ടി ധൃതി പിടിച്ച് എൻ്റെ കയ്യും പിടിച്ച് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ ഭാര്യയെ കൂട്ടിപ്പിടിച്ചിട്ടുണ്ട്, അടുത്ത് നിർത്തിയിട്ടുണ്ട്, മക്കളൊക്കെ ഒപ്പമുണ്ട്. അങ്ങനെ റസൂലിൻ്റെ ആ കാഫിലയിൽ ചേർന്നുകൊണ്ട് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ആ കാഫിലയിലെ നടന്ന് മുന്നോട്ട് പോയിട്ട് സ്വർഗത്തിലൊരു കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരു കാഴ്ച എപ്പോഴെങ്കിലും നമ്മൾ കിനാവിൽ കണ്ടിട്ടുണ്ടോ? പൂതി വെച്ചിട്ടുണ്ടോ? ആ ഒരു കിനാവ് ഉപ്പ ധൃതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാ ധൃതിയിൽ? ഉപ്പാക്ക് റസൂലിനെ കാണാനുള്ള പൂതിയാണ്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൂടെയൊന്ന് ഇരിക്കാനുള്ള, ഹബീബിൻ്റെ കൂടെ ഇരിക്കുവാനുള്ള ആഗ്രഹം കൊണ്ട് വേഗത്തിൽ പോകുന്നുണ്ട്. ഉപ്പ എപ്പോഴും പറയാറുണ്ട്, ഒരു ഹദീസുണ്ട്, അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ചെന്നൊരു ഹദീസാണ്. അത് എപ്പോഴും എന്നോട് എൻ്റെ ഉപ്പ പറയാറുണ്ടായിരുന്നു. അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് സഹാബി ചോദിക്കണത്രേ, അള്ളാഹിൻ്റെ റസൂലെ, എനിക്ക് നിങ്ങളെ കാണാതെ ജീവിക്കാൻ കഴിയില്ല, അത്രമാത്രം ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താണതിന് വഴി? മരണത്തിന് ശേഷം ഞാനിപ്പോൾ ഭയപ്പെടുന്നത് മരണത്തിന് ശേഷം എനിക്ക് നിങ്ങളെ കാണാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലാണ് എന്ന് പറയുന്നുണ്ട്. റസൂല് പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, നീ എന്നെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ സുന്നത്തനുസരിച്ചാണ് നീ ജീവിക്കുന്നത് എങ്കിൽ, കാന മഅീ ഫിൽ ജന്ന, കാന മഅീ ഫിൽ ജന്ന, എൻ്റെ കൂടെ ഉണ്ടാകും സ്വർഗത്തിൽ എന്ന് പറയുന്നത് ആരാ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് റസൂലിൻ്റെ കൂടെ നമുക്ക് സ്വർഗത്തിലിരിക്കുവാനുള്ള ഒരു അവസരമുണ്ട്. അത് അല്ലാഹുവിൻ്റെ റസൂല് തന്ന വാക്കാണ്. അതിന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഇതിന് മാർഗം. അപ്പോൾ ആ ഒരു ആഗ്രഹം കാരണം റസൂലിനെ കാണാൻ ധൃതിയിൽ പോകുന്നൊരു ഉപ്പ, അതിൻ്റെ കൂടെ നമ്മളും ധൃതിയിൽ പോകുന്നു. ഇങ്ങനെ ഒരു കിനാവ് നമ്മൾ കണ്ടിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ളൊരു മുറാദ് അത് നമുക്ക് ഹാസിലാക്കി തരുമാറാകട്ടെ എന്നുള്ളതാണ്.
സഹാബത്ത് എന്ന് പറയുന്ന സഹാബിമാർ ഈ സ്വർഗത്തിന് വേണ്ടിയായിരുന്നു മത്സരം. എല്ലാം ഇട്ടറിഞ്ഞിട്ടുള്ള മത്സരമായിരുന്നു അവർക്ക്. നമ്മൾ ബദർ യുദ്ധത്തിൻ്റെ ചരിത്രമൊക്കെ ഈ അടുത്ത് കേട്ടിട്ടുണ്ടാകും. ആ ബദർ യുദ്ധത്തിൽ ഒരു ബദരീങ്ങളിൽ ഒരാളുണ്ട്, ഒരു ചെറിയ കുട്ടി, ഒരു പയ്യൻ. അത് ആ ഒരു ചെറിയ കുട്ടി സ്വർഗത്തിന് വേണ്ടിയിട്ട് മത്സരിക്കുന്ന ഒരു കാഴ്ച നമുക്കതിൽ കാണാൻ കഴിയുമെന്നുള്ളതാണ്. ധൃതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന, സ്വർഗത്തിന് വേണ്ടി പരസ്പരം മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. ആ ഒരു കാഴ്ച ഉമൈർ ബിൻ അബി വക്കാസ് എന്ന് പറയുന്ന ചെറിയൊരു കുട്ടിയാണ്. ആ കുട്ടി ഇങ്ങനെ അള്ളാന്റെ റസൂൽ ഇങ്ങനെ സൈന്യത്തെ, ബദർ യുദ്ധത്തിന് വേണ്ടിയുള്ള സൈന്യത്തെ ഇങ്ങനെ വരിക്ക് നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വൈദിക്ക് നിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാന്റെ റസൂൽ അങ്ങോട്ട് പോകുമ്പോൾ ഉമൈർ ഇങ്ങോട്ട് തിരിഞ്ഞു പോരുകയാണ്. ഉമൈർ ബിൻ അബി വക്കാസ് ഇങ്ങോട്ട് തിരിഞ്ഞു വരികയാണ്. അങ്ങനെ അള്ളാന്റെ റസൂലിനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂൽ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് മാറി നിൽക്കുന്നു, ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് മാറി നിൽക്കുന്നു. അങ്ങനെ ഉമൈർ ഇങ്ങനെ റസൂലിനെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സൈന്യത്തിന്റെ വരിയിൽ ഈ സഅദ് ബിൻ അബി വക്കാസ് നമുക്കറിയുന്ന ഒരു സഹാബിയാണ്. സഅദ് ബിൻ അബി വക്കാസ് ഈ ഉമൈർ റളിയല്ലാഹുവിന്റെ ജ്യേഷ്ഠനാണ്. അദ്ദേഹം ഉണ്ട് ആ വരിയിൽ. അദ്ദേഹം ഉമൈറിനെ കൂടി ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചു, ഉമൈർ, നീ എന്ത് കളിയാണ് കളിക്കുന്നത്? റസൂലിനെയാണല്ലോ കബളിപ്പിക്കുന്നത്, എന്താണ് നിനക്ക് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ ഉമൈർ റളിയല്ലാഹു എന്ന് പറയുന്നൊരു വർത്തമാനമുണ്ട്. സഅദ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ടല്ലോ, ചെറിയ കുട്ടികളെ യുദ്ധത്തിന് കൊണ്ടുപോവുകയില്ല എന്നുള്ള നിയമം. അതുകൊണ്ട് തന്നെ എന്നെ കണ്ടാൽ അള്ളാഹുവിൻ്റെ റസൂലെങ്ങാനും ഈ സൈന്യത്തിൽ നിന്ന്, ഈ ഒരു വരിയിൽ നിന്ന്, ഈ ഒരു കാഫിലയിൽ നിന്ന് എന്നെ പുറത്താക്കുമോ എന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ് ഞാൻ റസൂലിനെ മാറി നടക്കുന്നത് എന്നുള്ളതാണ്. എങ്ങോട്ടാണ് ഈ പോകുന്നത്? യുദ്ധത്തിനാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സഅദ്, എനിക്ക് നിന്നെ പോലെ. എന്നിട്ട് പറയുന്നുണ്ട്, സഅദ് എങ്ങാനും ആദ്യം ഷഹീദായാൽ ആ ഷഹീദാകുവാനുള്ള ആഗ്രഹം എൻ്റെ ജീവിതത്തിലുണ്ട്. എൻ്റെ ഹൃദയം നിറയെ ആ ഒരാഗ്രഹവുമായിട്ടാണ് ഞാൻ നടക്കുന്നത്. അതിൽ നിന്നെങ്ങാനും എനിക്ക് ഈ ചാൻസ് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയപ്പാട് കൊണ്ടാണ് ഞാൻ റസൂലിനെ ഇങ്ങനെ മാറി നടക്കുന്നത് എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഒരുപാട് അവസരങ്ങൾ തരുന്നുണ്ട് അല്ലേ? സ്വർഗത്തിലേക്ക് നമ്മളെ നിർബന്ധിക്കുന്ന ഒരുപാട് അവസരങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട്. ആ അവസരങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും നമ്മളെ വിളിച്ചാൽ നമ്മൾ ചിലപ്പോൾ ഉതിർ പറഞ്ഞ് മാറി നിൽക്കാറാണ്. ഈ ഉമൈർ ബിൻ അബി വക്കാസ് എന്ന് പറയുന്ന ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എല്ലാ ഉതിറുമുണ്ട്, മാറി നിൽക്കാനുള്ള എല്ലാ ഉതിറുമുണ്ട്. ഒരു നിർബന്ധവുമില്ല ഈ യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ, ഈ സമരത്തിൽ പങ്കെടുക്കുവാൻ. എന്നിട്ടും അതിൽ നിന്നെങ്ങാനും എന്നെ മാറ്റി നിർത്തുമോ എന്ന ഭയപ്പാട് കൊണ്ട് റസൂലിനെ മാറി നടക്കുന്ന ഒരു ഉമൈർ റളിയല്ലാഹു അൻഹു നമുക്ക് കാണാൻ കഴിയും. ബദരീങ്ങളുടെ പേരിങ്ങനെ എഴുതി വെച്ചെടുത്ത് ഏറ്റവും ചെറിയ പ്രായമുള്ള ഒരു ബദരീങ്ങളിൽപ്പെട്ട ഒരാൾ, അത് ഈ ഉമൈർ ബിൻ അബി വക്കാസ് എന്ന് പറയുന്ന സഅദ് റളിയല്ലാഹുവിൻ്റെ അനുജനാണ്. ഇതായിരുന്നു സഹാബിമാരുടെ ഒരു മത്സരം എന്ന് പറയുന്നത്. സ്വർഗത്തിന് വേണ്ടിയുള്ള മത്സരം എന്ന് പറയുന്നത് ഇതായിരുന്നു. നമുക്കറിയാം, ഒരു വാപ്പയും മകനും സ്വർഗത്തിന് വേണ്ടി മത്സരിക്കുന്ന ഒരു ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. അല്ലാണ്ട് റസൂല് പറഞ്ഞു, യുദ്ധത്തിന് പോകുമ്പോൾ ഒരു വീട്ടിൽ 2 ആണുങ്ങളാണുള്ളത്, പുരുഷന്മാരാണുള്ളത് എങ്കിൽ ഒരാൾ ആ വീട്ടിലെ സ്ത്രീകൾക്ക് കാവലിരിക്കട്ടെ, മറ്റൊരാൾ യുദ്ധത്തിന് പോരട്ടെ എന്നായി. അങ്ങനെ ഒരു നിയമം വന്നപ്പോൾ ഒരു വീട്ടിൽ വലിയ തർക്കമായി. ഒരു സഹാബിമാരുടെ ഒരു വീട്ടിൽ ഒരു വലിയ തർക്കമായി. അവർ തമ്മിൽ ഭയങ്കര തർക്കമായി മാറിയെന്ന്. അതുപോലെ തന്നെ കൈസമയും സഅദും തമ്മിലുള്ള തർക്കമാണ്. സഅദ് മകനാണ്, കൈസമിയുടെ മകനാണ് സഅദ്. അങ്ങനെ അവർ തമ്മിലുള്ള തർക്കമാണ്. എന്താണ് തർക്കം? ഞാൻ പോകും യുദ്ധത്തിന്, ഞാൻ പോകും, ഷഹാദത്ത് എനിക്ക് വേണം ആ സ്വർഗം എന്നുള്ള ആ ഒരു തർക്കമാണ് വീട്ടിൽ നടക്കുന്നത്. അപ്പോൾ മകനോട് ഒരുപാട് ചോദിച്ചു, നീ ചെറിയ പ്രായമല്ലേ, എനിക്ക് തന്നൂടെ ആ ചാൻസ്? മകൻ വാപ്പാനോട് പറയുന്നത്, നിങ്ങളെ ഒരുപാട് കർമ്മങ്ങളൊക്കെ ചെയ്തില്ലേ, ഇനി ഞാൻ പോകട്ടെ എന്നുള്ളതാണ്. അങ്ങനെ മത്സരമായി, ആരും വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തായി ഈ പ്രശ്നം എത്തി. അങ്ങനെ റസൂല് വന്നിട്ട് മകനോട് പറഞ്ഞു നോക്കി, പക്ഷെ മകൻ വിട്ടുകൊടുക്കുന്നില്ല. അവസാനം റസൂല് പറഞ്ഞു, ഞാനൊരു നറുക്കിടാം, ആ നറുക്ക് വന്ന് വീഴുന്ന ആൾക്ക് യുദ്ധത്തിന് പോകാം, മറ്റേ ആൾ വീട്ടിൽ സ്ത്രീകൾക്ക് കാവലിരിക്കട്ടെ എന്നുള്ളതാണ്. അങ്ങനെ അവസാനം നറുക്കിട്ട് നോക്കുമ്പോൾ മകനാണ് നറുക്ക് വന്ന് വീണത്. ആ സന്ദർഭത്തിൽ ഈ ബാപ്പ കൈസമയം ഇങ്ങനെ സഅദിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ ചുറ്റും നടന്നപ്പോൾ അങ്ങനെ ചുറ്റും നടന്നിട്ട് അപ്പം ഈ മകനാണെങ്കിലോ യുദ്ധത്തിന് പോകാനുള്ള എല്ലാ ഒരുക്കവും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. യാത്രാ സാമഗ്രികളൊക്കെ ഒരുക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ അവസാനം വാപ്പ ഒരൊറ്റ ചോദ്യം, നമ്മുടെ വാപ്പാരൊക്കെ ചോദിക്കാറുണ്ടല്ലോ, അവസാനത്തൊരു വർത്താനം ഉണ്ടാവുമല്ലോ, ഞാൻ എൻ്റെ വാപ്പയല്ലടാ എന്നൊരു ചോദ്യം ചോദിക്കുമല്ലോ. അതേപോലെ ഈ വാപ്പ ചോദിക്കുന്നുണ്ട് മകനോട്, ഞാൻ എൻ്റെ വാപ്പയല്ലേ, എനിക്ക് ആ ചാൻസ് തന്നൂടെ എന്ന്. ഏത് ചാൻസിന് വേണ്ടിയാണ് മകനോട് ഈ കെഞ്ചിക്കൊണ്ടിരിക്കുന്നത്? മകനോട് അങ്ങേയറ്റം താഴ്മയോടുകൂടി ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഏത് ചാൻസിന് വേണ്ടിയാണ്? ഷഹാദത്തിന് വേണ്ടിയാണ്, സ്വർഗത്തിന് വേണ്ടിയാണ്. അപ്പം മകൻ പറയുന്നൊരു വർത്തമാനമുണ്ട്, വാപ്പ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരും, പക്ഷേ നിങ്ങൾ ചോദിച്ചത് അത് സ്വർഗമായി പോയി, അത് തരാൻ എനിക്ക് കഴിയില്ല എന്നുള്ളതാണ്. അതെനിക്ക് തരാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മകൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ യുദ്ധത്തിന് പോവുകയും ആ യുദ്ധത്തിൽ വെച്ചിട്ട് ഷഹാദത്ത് വരിക്കുകയും സ്വർഗത്തിലേക്ക് മലായിക്കത്ത് എടുത്തു കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇതായിരുന്നു സ്വർഗവുമായി ബന്ധപ്പെട്ട് സ്വർഗം കിനാബ് കണ്ട് നടന്നിരുന്ന ആളുകളുടെ പ്രത്യേകത. പരസ്പരം അതിനുവേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത മത്സരമായിരുന്നു, ആരെയും കാത്തു നിൽക്കാത്ത മത്സരമാണ്. നമ്മൾക്കും ഒരുപാട് സ്വർഗത്തിലേക്കുള്ള യാത്രക്ക് വേണ്ടിയുള്ള ഒരുക്കം, വിഭവങ്ങൾ ഒരുക്കുവാനുള്ള അവസരങ്ങൾ പള്ളിയിൽ നിന്നും നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനങ്ങളിൽ നിന്നും സംരംഭങ്ങളിൽ നിന്നുമൊക്കെ നൽകിക്കൊണ്ടിരിക്കും. അതാണല്ലോ എൻ്റെ സ്വർഗത്തിന് എൻ്റെ തടസ്സമുള്ളത് എൻ്റെ സമ്പത്താണ് എങ്കിൽ അത് മാറ്റിവെക്കാൻ അള്ളാഹിൻ്റെ റസൂൽ ചോദിക്കുന്നുണ്ടല്ലോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇനി എന്താണ് വീട്ടിലുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, ഇനി എൻ്റെ വീട്ടിലാകെയുള്ളത് അള്ളയും അള്ളാഹിൻ്റെ റസൂലുമാണ്. അത് സ്വർഗത്തിന് വേണ്ടിയാണ് ബാക്കി എല്ലാം കൊടുത്തത്. അതാ പറയുന്നത്, എൻ്റെ സ്വർഗത്തിന് വേണ്ടി നിർബന്ധിക്കുന്ന ഒരുപാട് അവസരങ്ങൾ നമ്മുടെ പള്ളിയുടെയും മദ്രസയുടെയും ഒക്കെ ഭാഗത്തുനിന്ന് വരും. സദഖ ചെയ്യുവാൻ വേണ്ടിയിട്ട്, വഖഫ് ചെയ്യുവാൻ വേണ്ടിയൊക്കെയുള്ള അവസരങ്ങൾ അവിടെ അതിന് എൻ്റെ സ്വർഗത്തിന് വേണ്ടിയുള്ള ഒരു മത്സരമായിട്ട് പരസ്പരം മത്സരിച്ചിരുന്ന ഒരു കാഴ്ചയാണ് സഹാബിമാരുടെ കൂട്ടത്തിൽ നിന്ന് കാണാൻ കഴിയും. ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും, അതൊക്കെ സഹാബിമാരുടെ ചരിത്രമല്ലേ, അള്ളാഹിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തർബിയത്ത് നേരിട്ട് ലഭിച്ച ആളുകളുടെ ചരിത്രമല്ലേ എന്നൊക്കെ തോന്നിപ്പോവും. അല്ല, അതുമാത്രമല്ല, നമ്മുടെ കൂട്ടത്തിലൊക്കെ ജീവിച്ചിരുന്ന ചില ആളുകളുടെ സംഭവം കൂടി പറയാം. അതെന്തിനാ പറയുന്നത് എന്ന് വെച്ചാൽ, സാധാരണക്കാർ പോലും ഈ സ്വർഗത്തിന് വേണ്ടി സാധാരണക്കാർ പോലും എങ്ങനെയാണ് മത്സരിച്ചിരുന്നത് എന്നുള്ളതാണ്. അതല്ല, നമ്മുടെ കൂട്ടത്തിലൊക്കെ ജീവിച്ചിരുന്ന ചെറുപ്പക്കാർ പോലും എങ്ങനെയാണ് സ്വർഗത്തിന് വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള അനുഭവം അറിയുവാൻ വേണ്ടിയാണ് ആ ചരിത്രം പറയുന്നത്. സഹാബിമാരുടെ ചരിത്രം ഒരുപാട് നിങ്ങൾ കേട്ടതായിരിക്കും, കണ്ടതായിരിക്കും, മനസ്സിലാക്കിയതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചെറുപ്പക്കാരുടെ ബോംബെയിൽ വെച്ചിട്ട് ഒരു സമ്മേളനത്തിന് പോകാനുള്ള അവസരം കിട്ടി എനിക്ക്. ആ സമ്മേളനത്തിന് പോകുമ്പോൾ അവിടെ ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ഒരു റാലി, ഒരുപാട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള റാലി അവിടെ ഒരുമിച്ച് കൂടുകയാണ്. ആ ഒരുമിച്ച് കൂടുന്ന ഒരു സമ്മേളനത്തിലാണ് പോകാൻ ചാൻസ് കിട്ടിയത്. അവിടെ ഒരു ക്യാൻറ്റീനിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ക്യാൻറ്റീനിൽ 2 ചെറുപ്പക്കാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ കൗണ്ടറിൽ 2 ചെറുപ്പക്കാരുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാർ വളരെ എല്ലാ പണിയും, തമിഴ്നാട്ടിൽ നിന്നുള്ള ചെറുപ്പക്കാരാണ്, എല്ലാ പണിയും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വർക്കും, എല്ലാ കഴുകലും വൃത്തിയാക്കലും ഒക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലയാളി എന്ന നിലയിൽ നമുക്ക് തോന്നിപ്പോകും ഇതൊക്കെ തന്നെ തമിഴ്നാട്ടിലുള്ള ആളുകൾ ഇതൊക്കെ തന്നെയായിരിക്കും അവിടെയും ജോലിയെന്ന് തോന്നിപ്പോകാം, നമ്മുടെയൊക്കെ അഹന്ത കൊണ്ട് തോന്നിപ്പോകാം എന്നുള്ളത്. ഒരു ദിവസം ഒരു സമയത്ത് ഒരു ഇടവേളയിൽ അദ്ദേഹത്തിൻ്റെ പേര് ചോദിക്കുകയും അന്വേഷിക്കുകയും ചെയ്തു. മലയാളം അറിയാം, കോയമ്പത്തൂരാണ് പഠിച്ചിട്ടുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ മലയാളം അറിയാം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇത് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ കോയമ്പത്തൂർ ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറാണ്, ഇതെൻ്റെ അനുജനാണ്, ഞങ്ങൾക്ക് 10 ദിവസം ലീവ് എടുത്ത് പോകുന്നതാണ് ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ ഒരു വല്ലാത്തൊരു വിഷമമായി തോന്നി. കാരണം ഇത്ര വലിയ ഒരു പ്രൊഫഷനുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ അനുജനാണെങ്കിൽ അവിടെ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവർ രണ്ടുപേരും ഒന്നിച്ച് ലീവ് എടുത്ത് പോകുന്നതാണ്. ഇങ്ങനെ ഒരു അവസരം ലഭിച്ചിരിക്കുന്നു സേവനത്തിനുള്ള, അല്ലെങ്കിൽ ഇതിനൊരു അവസരം ലഭിച്ചിരിക്കുന്നു. വലിയൊരു സമരത്തിൻ്റെ ഭാഗമാണത്. അതുകൊണ്ട് തന്നെ അതിന് വലിയൊരു അവസരമായി കണ്ട് പോകുന്നതാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിപ്പോയി. അദ്ദേഹത്തിനോട് പറഞ്ഞു, ആ ജ്യേഷ്ഠനായ വ്യക്തിയോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കും, ഈ കസേരയിലിരിക്കും, ബാക്കി എല്ലാ പണിയും ഞാൻ ചെയ്തുകൊള്ളാം, ഇതൊക്കെ വൃത്തിയാക്കണം, ഇതെല്ലാം എനിക്കറിയുന്ന പണിയാണ്, ഇതെല്ലാം ഞാൻ ചെയ്തുകൊള്ളാം എന്ന് പറയുന്നു. ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതിൽ ഏറ്റവും മനോഹരമായ, ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു വർത്തമാനമാണ്. സഹാബിമാരുടെയൊക്കെ ഈ രീതിയിലുള്ള വർത്തമാനങ്ങൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായൊരു വർത്തമാനം, ഷമി, ഇത് ഞാൻ എൻ്റെ സ്വർഗത്തിന് വേണ്ടി ചെയ്യുന്ന പണിയാണ്, അതുകൊണ്ട് ഇതിനു മുമ്പിൽ തടസ്സം നിൽക്കരുത്. ഇത് വലിയ സഹാബിമാരുടെ കാര്യത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ വർത്തമാനമല്ല. നമ്മുടെയൊക്കെ കൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറയുന്നൊരു വാക്കാണ്, ഇത് എൻ്റെ സ്വർഗത്തിന് വേണ്ടി ചെയ്യുന്ന പണിയാണ്,
ഇതിനു മുമ്പിൽ നീ തടസ്സം നിൽക്കരുത്. നിനക്ക് വേണമെങ്കിൽ നിന്റെ സ്വർഗത്തിന് വേണ്ടി എന്തും ചെയ്തു കൊള്ളുക എന്നുള്ളതാണ്. ഈ വർത്തമാനം പറയാൻ എന്നാണ് നമുക്ക് കഴിയുക? അന്നാണ് നമ്മുടെ കിനാവിൽ സ്വർഗം വരിക. അന്നാണ് നമ്മുടെ കിനാവിലേക്ക് സ്വർഗം, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ആ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗം നമ്മുടെയൊക്കെ കിനാവിൽ കടന്നു വരിക. എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യന് അള്ളാഹുവിലേക്ക് യാത്രയായി. നമ്മുടെ കൂടെയൊക്കെ ജീവിച്ച ഒരുപക്ഷെ ഈ പള്ളിയിലും ഈ ഒരു ഇടങ്ങളിലൊക്കെ ഒരുപക്ഷെ വന്നു കാണും. അദ്ദേഹം സാദിഖ് മൗലവി എന്ന് പറയുന്ന സാത്വികനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം വളരെ സാത്വികനായ, കേരളത്തിലുടനീളം ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനത്തിന് വേണ്ടി ഓടി നടന്ന് ഒരുപാട് ആളുകൾക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുത്ത ഒരു സാത്വികനായ മനുഷ്യനാണ്, ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ഒരിക്കൽ ഞാൻ ജോലി ചെയ്യുന്ന ലൈബ്രറിയിൽ കടന്നു വന്നു. ലൈബ്രറിയിൽ വന്നപ്പോൾ അദ്ദേഹത്തെ എനിക്ക് നന്നായി അറിയാം. അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശാരീരിക പ്രയാസങ്ങളൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അടുത്ത് വർത്താനം പറയാൻ കിട്ടിയപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾക്കിതൊക്കെ ഈ ഓട്ടമൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് ഇവിടെ പഴയ പോലെ ശാന്തപുരത്തിൻ്റെ കാളിയൊക്കെയായി, അതുപോലെ തന്നെ ഈ നാടിൻ്റെ കാളിയൊക്കെയായി, അല്ലെങ്കിൽ ഇവിടെ ഒരു അധ്യാപകനൊക്കെ ആയിട്ട് ഡോക്ടറൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭക്ഷണമൊക്കെ, ആ പഥ്യമൊക്കെ സ്വീകരിച്ച് ആ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു വളരെ റാഹത്തിൽ ജീവിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നിങ്ങനെ മൗനം ധരിച്ച് മൗനത്തോടു കൂടി ഒരല്പ നേരം ഇങ്ങനെ ഇരുന്നിട്ട് അദ്ദേഹം തലയാട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശൈലി അങ്ങനെ തല ഇങ്ങനെ ആട്ടിയിട്ട് ഉറപ്പിച്ചിട്ടാണ് പറയാം. അങ്ങനെ തലയാട്ടിയിട്ട് പറഞ്ഞത്, ഇത് നിന്നോട് പറഞ്ഞത് ആരാണെന്ന് എനിക്കറിയാം, എൻ്റെ മക്കളല്ലേ. എന്നാൽ അവരോട് നീ പോയി പറയണം, എനിക്ക് ഈ ഓട്ടത്തിനിടയിൽ അള്ളാഹനെ കണ്ടുമുട്ടാനാണ് ആഗ്രഹം. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ ദീനിനെ ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ അള്ളാഹു എന്നെ ക്ഷണിച്ചു കൊണ്ടുപോകാനാണ് എനിക്ക് ആഗ്രഹം. അവിടെ വെച്ച് മരണത്തെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ശരീരത്തിന്, കണ്ണ് കാണാതെയായിട്ടുണ്ട്. കോഴിക്കോട് പോയി കഴിഞ്ഞാൽ എവിടെയാണ് എനിക്ക് പോകാനുള്ള ദിക്ക് എന്ന് പോലും അറിയാതെ വിഷമിച്ച ദിവസങ്ങളുണ്ട്. കാൽമുട്ടിൻ്റെ വേദന വല്ലാതെ അസഹ്യമായിട്ടുണ്ട്. എന്നിട്ടും ഈ മനുഷ്യൻ പറയുന്ന വർത്തമാനം ഇതാണ്. ഈ യാത്രക്കിടയിൽ ദീനുൽ ഇസ്ലാമിൻ്റെ ഈ പ്രബോധന പ്രവർത്തനങ്ങൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു തആലയെ കണ്ടുമുട്ടണം എന്നുള്ളതാണ് എനിക്ക് ആഗ്രഹം എന്നുള്ളത്. അതേപോലെ തന്നെ സംഭവിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന, അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ് അങ്ങനെ സാധിക്കുക എന്നുള്ളത്. ഒരുപോലെ ഒരു യോഗത്തിന് പോവുകയും ഇങ്ങനെ ഒരു ക്ലാസ്സിന് വേണ്ടി പോവുകയും രാവിലെ മുതൽ വൈകുന്നേരം വരെ വ്യത്യസ്തമായ ദീനുൽ ഇസ്ലാമിലെ വ്യത്യസ്തമായ വിഭാഗങ്ങളെ കാണുകയും അവരോടൊക്കെ സംസാരിക്കുകയും ചെയ്ത് അവസാനത്തെ പ്രഭാഷണവും നടത്തിയിട്ട് ആ പ്രഭാഷണം കഴിയുന്നതോടുകൂടി വിയർപ്പ് പറ്റാതെ, നെറ്റിയിലെ വിയർപ്പ് പറ്റാതെ അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗ്ഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത്. വളരെ പുഞ്ചിരിയോടുകൂടി കിടക്കുന്ന ഒരു ജനാസ ജീവിതത്തിൽ കണ്ടതാണ്. ഏറ്റവും ഈ ഫലസ്തീനിലെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഷഹീദായി കഴിഞ്ഞാൽ റോസാപ്പൂ വിടർന്ന് വിരിഞ്ഞു നിൽക്കുന്ന പോലെ പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു ജനാസ. എന്താ കാരണം? സ്വർഗത്തെ കിനാവ് കണ്ട് നടക്കുന്ന മനുഷ്യരായിരുന്നവരൊക്കെ. അതുകൊണ്ടാണ് നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ കാലത്ത് എല്ലാ നേരം കൊല്ലുവാനുള്ള എല്ലാ ആയുധങ്ങളും എല്ലാ യന്ത്രങ്ങളും കയ്യിലുള്ള കാലത്ത് തന്നെ അള്ളാഹുവിൻ്റെ സ്വർഗത്തെ ഇത്രമേലെ സ്നേഹിച്ചുകൊണ്ട്, ഇത്രയേറെ ആഗ്രഹിച്ചുകൊണ്ട്, കിനാവിൽ നിറച്ചു വെച്ചുകൊണ്ട്, ഹൃദയത്തിൽ ഫീ കുല്ലി ഖുലൂബിക്കും അൽ ജന്ന ഫീ കുല്ലി ഖുലൂബിക്കും, ഹൃദയം നിറയെ സ്വർഗത്തെ നിറച്ചു വെച്ച് ജീവിച്ചിരുന്ന വ്യക്തികളായിരുന്നു അവർ എന്നുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് ആളുകളുടെ ചരിത്രം. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്കൊരിക്കലും വിശ്രമം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു, മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു തആല 3 വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. 3 വിഭാഗങ്ങളായിട്ട് ഖുർആനിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് അൽ ഇൻസാനുൽ ഹയവാനി എന്ന് പറയുന്ന വിഭാഗമാണ്. അൽ ഇൻസാനുൽ ഹയവാനി എന്ന് പറയുമ്പോൾ മൃഗതുല്യമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ. കൽ അൻആം ബൽഹും അളൽ എന്ന് ഖുർആനിൽ പറയാം. ബൽഹും അളൽ, മൃഗങ്ങളെപ്പോലെ അല്ല, അതിലേറെ മോശപ്പെട്ട ആളുകൾ എന്നുള്ള. അപ്പം മൃഗങ്ങളെക്കാൾ മോശപ്പെട്ട ആളുകൾ ഉണ്ടാവുമോ? നമുക്കിങ്ങനെ സംശയം തോന്നാം. പക്ഷേ ഈ കാലത്ത് സംശയിക്കാൻ ഒരർത്ഥവുമില്ല. നമ്മൾ നിരന്തരമായി സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും ചാനലുകളിലും നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലഹരി അവരെ മനുഷ്യരെ മൃഗങ്ങളെക്കാൾ മോശപ്പെട്ടവരാക്കിയിരിക്കുന്നു. സ്വന്തം ഉമ്മയെ വധിച്ചു കളയുവാൻ, വെട്ടിനുറുക്കുവാൻ യാതൊരു മനപ്രയാസവും ഇല്ലാത്ത മക്കള് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കൽ അൻആം ബൽഹും അളൽ എന്ന് ഖുർആനിൽ പറഞ്ഞതിനെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ വിശദീകരണം എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യരുടെ ഒരു വിഭാഗം എന്ന് പറയുന്നത്
പറയുന്നത് കൽ അനാം. അവരുടെ പ്രത്യേകത എന്തെന്നാണ് ചോദിച്ചാൽ, എന്തു വന്നാലും ആസ്വദിച്ചിടണം, മുന്തിരിച്ചാറ് പോലുള്ള ഒരു ജീവിതം. ഈ ജീവിതം ഇങ്ങനെ ആസ്വദിച്ച് ജീവിക്കണം. ആരോടും ഒരു കടപ്പാടുണ്ടാവില്ല, ഉമ്മനോട് ഉപ്പനോട് ഒന്നും കടപ്പാടുണ്ടാവില്ല. അവരുടെ തിയറി എന്താണെന്ന് ചോദിച്ചാൽ മൈ ബോഡി മൈ ചോയ്സ് എന്നുള്ളതാണ്. എൻ്റെ ബോഡി, എൻ്റെ ശരീരം എനിക്ക് തോന്നിയ പോലെ എന്നുള്ളത് തെറ്റായ ഒരു സംവിധാനമാണത്, തിയറിയാണത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത, അവർക്ക് തന്നെ ബോധ്യമില്ലാത്തൊരു തിയറിയാണ് മൈ ബോഡി. എങ്ങനെ പറയാൻ കഴിയാം? എൻ്റെ ബോഡി എന്ന് എനിക്ക് പറയാൻ കഴിയും. എനിക്ക് എൻ്റെ ബോഡിയാണെങ്കിൽ എൻ്റെ ബോഡിയിൽ ഒരു ശരീരത്തിലൊരു അസുഖവും ഉണ്ടാവാൻ പാടില്ല, അല്ലേ? ഒരു അസുഖവും ഉണ്ടാവാൻ പാടില്ല. ഈ പറയുന്ന മനുഷ്യന് എത്രയോ അസുഖങ്ങളുണ്ടാകും. മൈ ബോഡി എന്ന് പറയാനേ കഴിയില്ല. പിന്നല്ലേ രണ്ടാമത്തെ ഭാഗം മൈ ചോയ്സ് എന്നുള്ള ഭാഗം. അതുകൊണ്ട് ആ ഒരു തിയറി തന്നെ തെറ്റാണ്. ഒരു നിയമം ഉണ്ടാകാൻ പാടില്ല എന്നാണ് അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ ജീവിതത്തിന്, എൻ്റെ ജീവിതത്തിന് വേറെ ആരും നിയമങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന്. ആ മനുഷ്യന് എത്ര നിയമങ്ങൾ, അള്ളാൻ്റെ നിയമങ്ങൾ എത്ര പാലിച്ചിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ബോധ്യം അയാൾക്കില്ല. അയാൾ കാലാകാലമായിട്ട് ചെവി കൊണ്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതാരുടെ നിയമമാണ്? ആരാണ് അയാളെ കൊണ്ടത് പറയിപ്പിച്ചത്? അയാളുടെ ബോഡിയാണെങ്കിൽ അയാൾ കണ്ണുകൊണ്ട് കേൾക്കട്ടെ. അപ്പൊ ഈ തിയറിയുമായി വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. നമ്മുടെ മക്കളെ അതിലേക്കാണ് അവർ ആകർഷിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അരാജകവാദികളാക്കിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യരെ, മക്കളെ. എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ട്, കാണാൻ പാടില്ലാത്തത് മുഴുവനും കാഴ്ചകളാക്കി വെച്ചിട്ട്, കേൾക്കാൻ കഴിയാത്തത് മുഴുവൻ കേൾവികളാക്കി വെച്ചിട്ട്, കഴിക്കാൻ കഴിയാത്തത് മുഴുവൻ സുലഭമായിട്ട് കഴിക്കാൻ കൊടുത്തുകൊണ്ട് അവരുടെ ബുദ്ധിയെ നശിപ്പിച്ചിട്ട് അവരെ ഈ ഒരു തിയറിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ എല്ലാം ഇത്തരം ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം, അവരുടെ മനുഷ്യനുമായുള്ള കാഴ്ചപ്പാട് എന്താ? കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായത് എന്നുള്ളതാണ്. കുരങ്ങിൽ നിന്നാണ് ഒരു മനുഷ്യനുണ്ടായത് എന്നുള്ള തിയറിയുമായിട്ടാണ് ഞാൻ നടക്കുന്നത് എങ്കിൽ ഞാൻ എന്താ ചെയ്യുക? നിങ്ങളെല്ലാവരെയും കുരങ്ങാക്കാനാണ് ശ്രമിക്കുക. കാരണം എങ്കിൽ മാത്രമേ എൻ്റെ തിയറി വിജയിക്കുള്ളൂ. അത് തന്നെയാണ് അവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ കുരങ്ങിൽ നിന്നാണ് ഉണ്ടായത് എന്ന് വിശ്വസിക്കുന്ന ഈ വിഭാഗം മനുഷ്യനെ കുരങ്ങാക്കാൻ ശ്രമിക്കുകയാണ്. എന്താ കാരണം? ഒന്നാമത്, മനുഷ്യനും കുരങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താ? മനുഷ്യൻ വസ്ത്രം ധരിക്കുന്നു, കുരങ്ങാണെങ്കിൽ വസ്ത്രം ധരിക്കുന്നില്ല. അപ്പോൾ മനുഷ്യനെ കുരങ്ങിലേക്കാക്കണമെങ്കിൽ പെൺകുട്ടികളുടെ, മലപ്പുറത്തെ മുസ്ലിം പെൺകുട്ടികളുടെ തലയിലെ തട്ടം ഉരിയുന്നത് ഞങ്ങളാണ് എന്ന അഭിമാനബോധത്തോടു കൂടി പറഞ്ഞുകൊണ്ടിരിക്കണം. അത് ഉരിഞ്ഞുകൊണ്ടേയിരിക്കും, വസ്ത്രം ഉരിഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ള. ഇബ്ലീസും ആദ്യം ചെയ്ത പണി അതാണല്ലേ. ആദം അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വ ബീവിയും ഒരു പഴം കഴിക്കുന്നതോടുകൂടി നഗ്നരാവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ഒരു നഗ്നതയിലേക്ക് അവരെത്തിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക്, അത് ഒന്നാമത് കുരങ്ങാക്കി കളയുമെന്ന്, കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായത് എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ ഒരു പ്രത്യേകത. രണ്ടാമത്, ഒരു നിയമം ഉണ്ടാവില്ല കുരങ്ങിന്, മനുഷ്യന് ചില നിയമങ്ങൾ ഉണ്ടാകും. അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മനുഷ്യരെ നിയമമില്ലാത്തൊരു ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു നിയമവും ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് കൽ അൻആം ബൽ ഹും അളൽ എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗം. രണ്ടാമത്തെ വിഭാഗം അൽ ഇൻസാനു ശൈത്വാനി എന്ന് പറയുന്ന വിഭാഗം. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം അറിയാം, ജീവിതത്തിന്റെ അർത്ഥം മുഴുവനും അറിയാം, എങ്ങനെയാണ് ജീവിക്കേണ്ടതും എന്നറിയാം. ജീവിതത്തിന്റെ അർത്ഥം എങ്ങനെ അറിയാം? 3 ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയണം. അത് ഖുർആനിലൂടെ അവർ പഠിച്ചതാണ്. മിൻ ഐന ജിഅത ഇലാ ഐന തദ്ഹബൂൻ ലിഅയ്യി ഷൈഇൻ. എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു, എന്തിനു വേണ്ടി വന്നു, ഇതിന് 3-നുമുള്ള ഉത്തരം അറിയെങ്കിൽ പിന്നെ ജീവിതത്തെക്കുറിച്ചുള്ള അർത്ഥം അറിയുന്നവരാണ്. പക്ഷേ ഇബ്ലീസിന്റെ കെണിയിൽപ്പെട്ടിട്ട് അതെല്ലാം അവർ മറന്നു പോകുന്ന ആളുകളാണ് അൽ ഇൻസാനു ശൈത്വാനി എന്ന് പറയുന്ന ആളുകൾ. മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട് അൽ ഇൻസാനു റബ്ബാനി. റബ്ബാനി എന്ന് പറയുന്ന വിഭാഗം, അഥവാ റബ്ബിൻ്റെ ആളുകൾ. അവരെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അവരുടെ പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ അവിടെ കിനാബ് സ്വർഗമായിരിക്കും. എല്ലാ കർമ്മങ്ങളുടെയും ആഗ്രഹം, അതിനുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗമായിരിക്കും എന്നുള്ള അവരുടെ ഒരു പ്രത്യേകതയാണ്. വിശ്രമം ഉണ്ടാവുകയില്ല എന്നുള്ളത്. വിശ്രമിക്കാൻ അവർക്ക് സമയമുണ്ടാവുകയില്ല. അവർ രാവും പകലും അതിനു വേണ്ടിയിട്ട്, രാത്രികളിൽ അവർ കണ്ണുനീര് കൊണ്ട് സ്വർഗത്തിന് പണിതുകൊണ്ടിരിക്കും. പകലുകളിൽ അവർ ഓടി നടന്ന് സ്വർഗത്തിലേക്കുള്ള വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഓടി നടക്കും എന്നുള്ളതാണ്. നമുക്ക് കാണാൻ കഴിയും അങ്ങനെയുള്ള ആളുകളെയൊക്കെ. എൻ്റെ ഏറ്റവും വലിയ റസൂൽ കഴിഞ്ഞ പിന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ റോൾ മോഡൽ എന്ന് പറയുന്നത് എൻ്റെ ഉപ്പയാണ്. 4 വർഷം മുമ്പ് അള്ളാഹുവിലേക്ക് യാത്രയായി. ആ ഉപ്പയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ റോൾ മോഡൽ എന്ന് പറയുന്നത്. നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, എൻ്റെ മകൻ ഇപ്പോൾ ഞാൻ വിചാരിച്ചെടുത്തേക്ക് വരുന്നില്ല, ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതിനുവേണ്ടി ഒരുപാട് അടിക്കാനും ശിക്ഷിക്കാനൊക്കെ നമ്മൾ ശ്രമിക്കാറുണ്ടല്ലോ. എൻ്റെ ഉപ്പ ഇതുവരെ എന്നെ അടിച്ചിട്ടില്ലായിരുന്നു, ഒരു പ്രാവശ്യം പോലും അടിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ കാഴ്ച എൻ്റെ പിതാവായിരുന്നു, ഉപ്പയായിരുന്നു. ഏറ്റവും മനോഹരമായ കാഴ്ച, അതിലേറെ മനോഹരമായ ഒരു കാഴ്ച എത്ര നാടുകളിൽ പോയിട്ടും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്.
അങ്ങനെ ഞാൻ പറയുന്നു, ഈ കാലഘട്ടത്തിൽ മക്കളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉപദേശത്തിന് ഇരുന്ന് തരികയില്ല. ശിക്ഷ അവർക്ക് സഹിക്കുന്ന ഒന്നൊരു കാര്യമല്ല. എന്നാൽ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമുണ്ട്. അവർ ജനിച്ചു വീണത് തന്നെ കാഴ്ചകളിലേക്കാണ്, കാഴ്ചയുടെ ലോകത്തേക്കാണ്. അതുകൊണ്ട് നമ്മളാവുക അവർ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ കാഴ്ച. എൻ്റെ മകൻ ഈ ദുനിയാവിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ കാഴ്ച ഞാനാവുക എന്നുള്ളതാണ്. അങ്ങനെയാണ് അവരെ നമുക്ക് നമ്മുടെ ഈ സ്വർഗത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക. ഞാൻ പറഞ്ഞു, എൻ്റെ ഉപ്പയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉപ്പയെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ കാഴ്ചയാണ്. ഒരിക്കൽ മരണപ്പെട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ ഉപ്പൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് മനസ്സിൽ എവിടെയൊക്കെ തിരിഞ്ഞു നോക്കിയാലും ഉപ്പാൻ്റെ മുഖമായിരിക്കും ഓർമ്മ വരിക. എങ്ങനെ തിരിഞ്ഞു നോക്കിയാലും കൈ ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കാൻ നോക്കുമ്പോൾ പോലും ഉപ്പയുടെ മുഖം കണ്ണിലും കരളിലും നിറഞ്ഞിട്ട് കണ്ണ് നിറഞ്ഞ് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടുകൂടി ഇരിക്കാനേ കഴിയുള്ളൂ. അങ്ങനെ ഉപ്പ മരണപ്പെട്ടതിന് ശേഷം ഒരു 2-3 ദിവസം കഴിഞ്ഞ്, ഒരാഴ്ച കഴിഞ്ഞ് ശാന്തപുരത്തെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ എൻ്റെ തോളിൽ തട്ടുന്നുണ്ട്. ആ മനുഷ്യനെ എനിക്ക് മുമ്പ് പരിചയമില്ല. പക്ഷെ അദ്ദേഹം എന്നെ എണീപ്പിച്ച് നിർത്തിയിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. എൻ്റെ ഉപ്പയുടെ സുഹൃത്താണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ഉപ്പാൻ്റെ കൂട്ടുകാരനാണ്. എൻ്റെ ഉപ്പ ഗൾഫിൽ ജീവിക്കുന്ന സമയത്ത് അവിടെ മുനിസിപ്പാലിറ്റിയിൽ റോഡൊക്കെ വൃത്തിയാക്കുന്ന, അല്ലെങ്കിൽ ആക്സിഡൻ്റൊക്കെ ആയിട്ടുള്ള ശരീരങ്ങളിലുള്ള മരണപ്പെട്ടുള്ള ആ മയ്യത്തുകളൊക്കെ കുളിപ്പിച്ച് വൃത്തിയാക്കി കഫൻ ചെയ്ത് കബറിറക്കുക, ഇതൊക്കെയായിരുന്നു ഉപ്പയുടെ ജോലി. ആ മുനിസിപ്പാലിറ്റിയിലുള്ള ജോലിയായിരുന്നു. അങ്ങനെ അതിങ്ങനെ അടിച്ചുവാരി വൃത്തിയാക്കി പോകുന്നതിനിടയിൽ ഉപ്പാൻ്റെ പോക്കറ്റ് 5 പോക്കറ്റൊക്കെയുള്ള പാൻറ്റൊട്ടിട്ടാണ് നടക്കുന്നത്. എന്തിനാ? ഈ 5 പോക്കറ്റുകളിലും ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകളുമായിട്ടാണ് നടക്കുന്നത്. ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന വ്യത്യസ്തമായ ഭാഷകളിൽ ഒരു ഭാഷ മാത്രം അറിയുന്ന മനുഷ്യനാണ്. ഒരു ഭാഷ മാത്രം. കഠിന വെയിലിൽ ചൂടിലിങ്ങനെ ആ റോഡ് അടിച്ചുവാരി വൃത്തിയാക്കി പോയിക്കൊണ്ടിരിക്കുന്ന നേരത്തും അദ്ദേഹത്തിൻ്റെ സ്വർഗത്തിന് വേണ്ടിയുള്ള വിഭവം ഒരുക്കുവാൻ വേണ്ടിയാണ് ഈ ലഘുലേഖകളൊക്കെ എല്ലാ പോക്കറ്റിലും നിറച്ചിട്ടുള്ളത്. ഒരു ഭാഷ മാത്രമേ അറിയൂ. പക്ഷേ കേട്ടിട്ട് ചോദിച്ച് മനസ്സിലാകുന്നില്ല എങ്കിൽ അടിച്ചുവാരി വൃത്തിയാക്കി പോകുന്ന സമയത്ത് അങ്ങാടിയിലുള്ള ചെറുപ്പക്കാരുടെ കൂട്ടം കാണുമ്പോൾ അവർ ഏത് ഭാഷയാണ് സംസാരിക്കുന്നത് ചോദിക്കുന്നു. കന്നഡയാണ്. 4ാമത്തെ പോക്കറ്റിൽ നിന്ന് എടുത്താൽ ലഘുലേഖ കൊടുക്കും. എന്നിട്ട് പറയും, ഇത് വായിച്ചോളൂ, ഞാൻ അടുത്ത ആഴ്ച വരുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുക. എല്ലാ ആളുകൾക്കും അത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ മനുഷ്യൻ ഒന്നുകൂടെ മുറുക്കി എന്നെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് എൻ്റെ കവിളിൽ ഉമ്മ വെച്ചിട്ട് അദ്ദേഹം പറയുന്ന ഒരു പ്രായം ചെന്നൊരു മനുഷ്യനാണ്. അദ്ദേഹം എന്നെ കൂട്ടിപ്പിടിച്ച് ഉറച്ച കൈകളോടുകൂടി അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ ഉപ്പയെ ഞങ്ങൾ യാത്ര അയക്കുന്ന ദിവസത്തിൽ അവിടേക്ക് ചില ആളുകൾ കടന്നു വന്നു. 12 ആളുകൾ കടന്നു വന്നു. ചെറുപ്പക്കാരാണ്, വ്യത്യസ്തമായ ഭാഷ സംസാരിക്കുന്ന ആളുകളാണ്. എന്നിട്ട് അതിൽ നിന്നൊരു മനുഷ്യൻ വന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത്, ഇസ്ലാമിലേക്ക് എത്തിച്ചത് ഈ വൃദ്ധനായ മനുഷ്യനാണ് എന്ന് പറയുന്നുണ്ട്. സഹോദരങ്ങളെ, ഒരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നാൽ അള്ളാൻ്റെ റസൂല് പറഞ്ഞല്ലോ, അതിലേറെ കൂടുതൽ ഒന്നും തന്നെ ഈ ദുനിയാവിൽ നിന്ന് ലഭിക്കാനില്ല എന്ന്. ഒരു ഭാഷ മാത്രം അറിയുന്ന ഒരു മനുഷ്യന് വ്യത്യസ്തമായ ഭാഷയുള്ള മനുഷ്യരെ ഹൃദയം കൊണ്ട് കീഴടക്കിയിട്ട് ദീനുൽ ഇസ്ലാമിൽ. അതാണ് ഞാൻ പറഞ്ഞത്, സാധാരണക്കാരനായ ഒരു മനുഷ്യനെ പോലും എങ്ങനെയാണ് സ്വർഗത്തിന് വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നത് എന്നുള്ള കാഴ്ചയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സ്വഹാബിമാരുടെ ചരിത്രത്തിലേക്ക് ഇനി പോകുന്നില്ല, കാരണം അത് നിങ്ങൾക്ക് ഒരുപാട് അറിയുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഓടി നടക്കുന്ന, അതിനു വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് സകലതിനെയും ത്യജിക്കുവാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, എല്ലാറ്റിനെയും ത്യജിച്ചുകൊണ്ടിരിക്കുന്ന KC അബ്ദുള്ള മൗലവി എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതനുണ്ട്. ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ നമുക്കറിയാം, മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ഗ്രന്ഥങ്ങളിലെ ഇപ്പോഴും ക്ലാസിക്കൽ കൃതികളായിട്ട് നിലനിൽക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ ആ ഒരു ഗ്രന്ഥം, അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ രചിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ അവസാനത്തിൽ ഒരു രോഗം പിടിപെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ രോഗത്തിൻ്റെ ലക്ഷണമായിട്ട് പറയുന്നത് അസ്ഥികളിലൊക്കെ സഹിക്കാൻ കഴിയാത്ത വേദനയാണെന്ന്. അപ്പോൾ ചെറുപ്പക്കാർ കുറച്ച് ആളുകൾ പോയിട്ട് സന്ദർശിക്കുന്നുണ്ട്, രോഗസന്ദർശനമാണ്. എന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ, വേദനയൊക്കെ കുറവുണ്ടോ എന്ന്. അപ്പോൾ തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നു, വേദന അനുഭവിക്കുന്നത് ആരാണ്? ആത്മാവാണല്ലോ വേദന അനുഭവിക്കുന്നത്, മനസ്സാണല്ലോ അതിൻ്റെ ഫീലിംഗ് ഉണ്ടാകുന്നത്. എൻ്റെ മനസ്സിപ്പോൾ ഇവിടെ ഇല്ല.
എൻ്റെ മനസ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള, എൻ്റെ ഓടി നടക്കാൻ കഴിയുന്ന കാലത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പലിശരഹിത നിധികൾ, പള്ളികൾ, മദ്രസകൾ, സ്ഥാപിച്ചെടുത്തിട്ടുള്ള മദ്രസകൾ, കുടിവെള്ള പദ്ധതികൾ, ഇങ്ങനെ ഒരുപാട് സേവന പ്രവർത്തനങ്ങളിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പള്ളിയും മദ്രസയും ഒക്കെ ഒരുപാട് ഞാൻ നേതൃത്വം കൊടുത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ എൻ്റെ മനസ്സിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ശരീരത്തിലെ ഈ വേദന മാത്രമല്ല, എൻ്റെ മനസ്സിൻ്റെ, എൻ്റെ മരണത്തിൻ്റെ സമയത്ത് പോലും എനിക്ക് കുളിര് നൽകുന്ന കാഴ്ചകളാണിത്. ആലോചിച്ച് നോക്കി, ഏത് കാഴ്ചയാണ് മരണത്തിൻ്റെ? നമ്മളെല്ലാവരും മരണത്തിൻ്റെ പായയിൽ കിടക്കും. അജലെത്തി കഴിഞ്ഞാൽ പിന്നെ ആർക്കും മാറി നിൽക്കാൻ കഴിയില്ല. ഒരു നിമിഷം, ഒരു ദിവസം എന്നുപോലും ചോദിക്കാൻ കഴിയില്ല. ആരോടും യാത്ര പറയാൻ പോലും നമുക്ക് കഴിയില്ല. അങ്ങനത്തെ ഒരു നേരത്ത് മരണത്തെ ഇങ്ങനെ മുഖാമുഖം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ എന്താലോചിച്ചാലും സങ്കടമായിരിക്കും. മക്കൾ ആലോചിച്ചാൽ, ചുറ്റും നിൽക്കുന്ന മക്കളെ, പേരക്കുട്ടികളെ, ഇവരൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ഇവരെ വിട്ടുപിരിഞ്ഞ് പോകാൻ നമുക്ക് കഴിയില്ല. സങ്കടമായിരിക്കും. നമ്മുടെ കച്ചവടത്തെക്കുറിച്ച് ഓർത്താൽ, നമ്മുടെ സമ്പത്തിനെ കുറിച്ച് ഓർത്താൽ ഒക്കെ സങ്കടമാണ്. എന്നാൽ ഓർത്താൽ സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്, അത് നമ്മുടെ കർമ്മങ്ങളാണ്. ഈ സ്വർഗത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ട് എങ്കിൽ, അത് ഓർത്തുകൊണ്ടാണ് മരണത്തിൻ്റെ പായയിൽ നമ്മൾ കിടക്കുന്നത് എങ്കിൽ അതായിരിക്കും ഏറ്റവും സന്തോഷമുള്ള നിമിഷം. അതിൻ്റെ പ്രതിഫലം വാങ്ങാനാണ് മരണത്തിന് ശേഷം നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കുളിരിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുഞ്ചിരിച്ച് കിടക്കാൻ നമുക്ക് കഴിയും. സന്തോഷത്തോടു കൂടി അത് കിനാവ് കണ്ടുകൊണ്ട്, ആ സ്വർഗത്തെ കിനാവ് കണ്ടുകൊണ്ട് മരണത്തിൻ്റെ പായയിൽ മലായിക്കത്തുകളെ കാണാൻ കഴിയും. എന്നിട്ട് അവരിങ്ങനെ നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ടുപോകാൻ, ഒരു പുതുമാരനെ വിളിച്ചു കൊണ്ടുപോകുന്ന പോലെയാണ് നമ്മളെ മലക്കുകൾ വിളിച്ചു കൊണ്ടുപോവുക. അങ്ങനെ വിളിച്ചു കൊണ്ടുപോകും എന്നുള്ളതാണ്. ഈ സ്വർഗത്തെ കിനാവ് കണ്ട് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതുപോലെ പറഞ്ഞ പോലെ ജീവിതത്തിൽ അവർക്ക് വിശ്രമം ഉണ്ടാവുകയില്ല. ഓടി നടക്കുന്ന കാഴ്ചയാണ് അവരിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാ രീതിയിലുള്ള ഓട്ടമായിരിക്കും. അത് തന്നെയാണ് അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അവരൊക്കെ കുറച്ച് പറയുന്ന കാര്യം അതാണ്. ഓട്ടമായിരിക്കും അവിടെ. ആ സ്വർഗത്തിലേക്കുള്ള ഓട്ടമായിരിക്കും, മെല്ലപ്പോക്കല്ല, ഓട്ടമായിരിക്കും എന്നുള്ളതാണ്. അള്ളാൻ്റെ റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു സഹാബി ഒരു മനുഷ്യൻ റസൂലിനെ കുറിച്ചും അള്ളാഹിനെ കുറിച്ചും ഈ ദീനിനെ കുറിച്ചും നന്നായി പഠിച്ചപ്പോൾ ഹൃദയത്തിൽ അള്ളാഹിനെ നിറച്ചു വച്ചിട്ട് ഓടി വരിക. ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, ഓടി വരികയാണ് അള്ളാഹിൻ്റെ റസൂലിനെ കാണാൻ. റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് റസൂലിനോട് ആദ്യം ചോദിക്കുന്ന ചോദ്യം, റസൂലെ, ഞാൻ സമരത്തിന് പോകണോ, അത് ആ കൂട്ടത്തിൽ അവരുടെ കൂടെ സമരത്തിന് പോകണോ, അതോ ആദ്യം ഇസ്ലാം സ്വീകരിക്കണോ എന്നുള്ള അത്ര ധൃതിയിലാണ് അദ്ദേഹം വരുന്നത്. സ്വർഗത്തിലേക്ക് പോകാനുള്ള അത്ര വലിയ ആവേശത്തിലാണ് അവർ ഓടി വരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിലേക്കുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ മത്സരമായിരിക്കും, ഓട്ടമായിരിക്കും, സ്വർഗത്തിന് വേണ്ടിയുള്ള ഓട്ടമാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു മാത്രമാണുള്ളത് എങ്കിൽ, അല്ലാതെ മറ്റാരും നമ്മുടെ ഹൃദയത്തിലില്ല എങ്കിൽ ഈ ഓട്ടം നമ്മുടെയും ശീലമാകും, നമ്മുടെയും സ്വഭാവമാകും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ സ്വർഗം കിനാബ് കണ്ട് നടക്കുന്ന ആളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് ആരെയും ഭയമുണ്ടാവുകയില്ല. അല്ല മാത്രമാണ് ഹൃദയത്തിലുള്ളത്, അതുകൊണ്ട് ആരെയും ഭയമുണ്ടാവുകയില്ല. ഇപ്പം നമ്മൾക്ക് അതും തന്നെ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞു തരേണ്ടതില്ല. പലസ്തീനിലേക്ക്, ഗസയിലേക്കൊന്ന് നോക്കിയാൽ അറിയാം, എല്ലാവർക്കും ആയുധ കൂമ്പാരങ്ങൾ മുഴുവനും അവർക്ക് തലക്ക് മുകളിൽ ഇങ്ങനെ വട്ടമിട്ട് പറന്ന് നടക്കുമ്പോഴും, ഒരു കുട്ടി ഷഹീദാകുമ്പോൾ, മകൻ ഷഹീദാകുമ്പോൾ അവർ വിളിച്ചു പറയുന്നുണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ. ഇങ്ങനെ പറയാൻ കഴിയുന്നത് ആർക്കാണ്? അല്ലാഹു മാത്രം. ലൈസ ഫീഹി ഷൈഉൻ, ഒന്നുമില്ല ഹൃദയത്തിൽ, ഗൈറുല്ലാഹ്, അള്ളയല്ലാതെ മറ്റാരും ഇല്ലാത്ത ആളുകളാണ്. ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ടല്ലോ, അല്ലദീന ഖാല ലഹുമുന്നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാന. അവരിങ്ങനെ എല്ലാവരും നിങ്ങൾക്കെതിരാണ്, എല്ലാവരും, ലോകത്തെ വൻ ശക്തികളൊക്കെ നിങ്ങൾക്കെതിരാണ്. ഫഖ്ശൗഹും, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളണം. ഫസാദഹും ഈമാന, അപ്പോൾ എന്ത് ചെയ്യും? അവിടെ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കും. ഇത് പറയുമ്പോൾ എല്ലാവരും നിങ്ങൾക്കെതിരാട്ടോ, ഒന്ന് പേടിച്ചോളി എന്ന് പറയുമ്പോഴാണ് ഫഖ്ശൗഹും എന്ന് പറയുമ്പോൾ ഫസാദഹും ഈമാൻ, ഈമാൻ ഇങ്ങനെ വർദ്ധിക്കും. എന്നിട്ടോ ഖാലു, അവർ പറയും ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ,
ഇത് പറയാൻ കഴിയുന്നവരാണ് സ്വർഗത്തെ കിനാവ് കാണുന്നവർ. ഇവർക്ക് മാത്രമേ സ്വർഗത്തെ കിനാവ് കാണാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ചാൽ കിനാവ് മുടങ്ങിപ്പോകും. ആരെങ്കിലും ഭയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അതിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവർ പറയും അല്ല മതി, വനിഅമൽ വക്കീൽ, ഏറ്റവും നല്ല വക്കീലായിട്ട് അല്ലാഹു മതി. എത്ര വലിയ കോടതികളുണ്ട് എങ്കിലും, എത്ര വലിയ വക്കീലുമാരും എത്ര വലിയ ജഡ്ജിമാരും നമ്മളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എങ്കിലും ഹസ്ബുനല്ലാ, അല്ല മതി എന്ന് പറയുന്ന ആളുകളാണ് സ്വർഗത്തെ കിനാവ് കണ്ട് നടക്കുന്നവർ എന്ന് നമുക്ക് ഈ സമകാലിക സംഭവങ്ങൾ വെച്ചുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഫലസ്തീനിലൊരു ഒരു ഉമ്മയുടെ, ഒരു ചെറുപ്പക്കാരിയുടെ ഒരു വർത്തമാനം എടുത്തു വായിക്കുകയുണ്ട്. ആ ചെറുപ്പക്കാരിയുടെ 4 മക്കൾ ഷഹീദായിരിക്കുകയാണ്. ഈ പോരാട്ടത്തിന് 4 മക്കൾ ഷഹീദായിരിക്കുകയാണ്. ചെറിയ പിഞ്ചു കുട്ടികളാണ്, അവർ ഷഹീദായിരിക്കുകയാണ്. അങ്ങനെ അത് ഹമാസിൻ്റെയൊക്കെ ഈ ഒരു അവിടുത്തെ പോരാളികളുടെ നേതാക്കന്മാരുടെ അടുത്തേക്ക് പോവുകയാണ് ഈ പെണ്ണ്. അങ്ങനെ പോകുമ്പോൾ ഈ പോരാളികളുടെ നേതാക്കൾ ഇങ്ങനെ പരസ്പരം ഇങ്ങനെ പറയുക, എന്താണ് ഇപ്പോൾ ഈ ഉമ്മയെ പറഞ്ഞ് മനസ്സിലാക്കുക എങ്ങനെ പറഞ്ഞിട്ടാണ് സമാധാനിപ്പിക്കുക, സൻസായിൻ്റെ സംഭവമൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ആരെയും മിണ്ടാൻ അനുവദിക്കാതെ ആ പെണ്ണ്, ആ സ്ത്രീ, ആ ഒരു സാധാരണക്കാരിയായിട്ടുള്ള ആ സ്ത്രീ വന്നിട്ട് പറയുന്നത്, ഞാൻ 10 മക്കളെ പെറ്റിട്ടുണ്ട്, 10 മക്കളെ പ്രസവിച്ചിട്ടുണ്ട്. ആ 10 മക്കളെയും പെറ്റിട്ടുള്ളത് ഖുദ്സിന്റെ വിമോചനത്തിലൂടെ സ്വർഗത്തിലേക്ക് പോകാനാണ്, ഖുദ്സിന് വേണ്ടിയാണ്, എൻ്റെ അള്ളാന്റെ പള്ളിക്ക് വേണ്ടിയാണ്, ഒന്നാമത്തെ കിബിലക്ക് വേണ്ടിയാണ് ഞാൻ ഈ 10 മക്കളെയും പ്രസവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ 4 മക്കൾ ഷഹീദായി എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള മക്കളെ കൂട്ടാതെ നിങ്ങൾ പോരാട്ടത്തിന് പോകരുത് എന്ന് പറയാനാണ് ഞങ്ങളുടെ മുമ്പിൽ വന്നത് എന്നാണ്. ഇങ്ങനെ പറയാൻ കഴിയണം. ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. നമുക്ക് ചെറിയൊരു പ്രതിസന്ധി വരുമ്പോഴേക്കും, കച്ചവടത്തിൽ ഇടി വരുമ്പോഴേക്കും നമ്മൾ അല്ലാഹുവിനെ മറക്കുന്നുണ്ട് എങ്കിൽ ഇതൊക്കെ ആലോചിച്ച് നോക്കുക. എല്ലാം പോയിരിക്കുന്നു, എല്ലാം തകർന്നിരിക്കുന്നു. എന്നിട്ടും അവിടേക്ക് വരുമ്പോൾ ആ ഇജ്ജത്തോടുകൂടി, ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് പറയുന്നത്, എൻ്റെ ബാക്കിയുള്ള മക്കളെ കൂടി നിങ്ങൾ കൊണ്ടുപോകണം, ഷഹാദത്ത് അവർക്ക് കൂടി കൊടുക്കണം എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. ആ പോരാളികളുടെ ഒരു നേതാവ് ഉണ്ടായിരുന്നു, ഷഹീദ് അഹമ്മദ് യാസീൻ എന്ന് പറയുന്ന പോരാളി. തല മാത്രമേ ഇളക്കാൻ കഴിയുള്ളൂ, ജീവിതത്തിൽ ബാക്കിയെല്ലാം കുഴഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ജൂതന്മാർ മുഴുവനും അവരുടെ തല തകർക്കാൻ വേണ്ടിയാണ് എല്ലാ ആയുധങ്ങളും, ഏറ്റവും വലിയ വിലപിടിപ്പുള്ള ആയുധങ്ങൾ വരെ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഷഹീദ് അഹമ്മദ് യാസീൻ്റെ അവരെ വധിച്ചു കളയുവാൻ വേണ്ടിയാണ്. അങ്ങനെ എല്ലാ പട്ടാളവും അവരുടെ ജൂതന്മാരുടെ എല്ലാം അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കുന്ന നേരത്ത് പത്രക്കാർ, ഈ ഒരു ഷെയ്ഖിനോടുള്ള ഇഷ്ടം കൊണ്ട് പത്രക്കാർ വന്നിട്ട് പറയുന്നുണ്ട്, ഷെയ്ഖെ, നിങ്ങളെ തെരഞ്ഞാണ് ഈ ജൂതന്മാരുടെ ബോംബർ വിമാനവും മിസൈലുമൊക്കെ കറങ്ങി നടക്കുന്നത്, ഒരല്പം കൂടി സുരക്ഷ വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. നിങ്ങളെ തെരഞ്ഞാണ് അവർ നടക്കുന്നത്. എന്ന് പത്രക്കാർ പറയുമ്പോൾ ഷെയ്ഖ് പറയുന്നൊരു വർത്തമാനമുണ്ട്, അഹമ്മദ് യാസീൻ പറയുന്നൊരു വർത്തമാനമുണ്ട്. എന്ന് പറയുമ്പോൾ ഞാൻ അവരെ തെരഞ്ഞാണ് നടക്കുന്നത്, അവരിലൂടെ എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം. ഇങ്ങനൊരു വാക്ക് പറയാൻ എപ്പോഴാണ് നമുക്ക് കഴിയുക? ഇങ്ങനൊരു വാക്ക് പറയാൻ കഴിവുള്ള ആളുകളായിരിക്കും യഥാർത്ഥത്തിൽ അവരുടെ ജീവിതമായിരിക്കും സ്വർഗത്തിന് വേണ്ടിയുള്ള ഒരുക്കം എന്ന് പറയുന്നത്. കിനാവ് കാണുന്നത് അവരാണ്, അവർക്കേ അതിന് സാധിക്കുകയുള്ളൂ. അവരുടെ ജീവിതത്തിലെ എല്ലാ സമയങ്ങളും, ഏത് പ്രതിസന്ധിയിലാണെങ്കിലും അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ ഖുർആനും വേണ്ടിയിട്ടായിരിക്കും അവർ ജീവിക്കുക എന്നുള്ളതാണ് പ്രത്യേകത. ഇസ്ഹാഖ് മൗലവി എന്ന് പറയുന്ന ഒരു സാത്വികനായ പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട്. അദ്ദേഹം ഏറ്റവും കൂടുതൽ ജയിലിൽ അടക്കപ്പെട്ട ഒരാൾ കൂടിയാണ്. നമ്മുടെ കൂട്ടത്തിൽ നിന്നൊക്കെ, നമ്മളൊക്കെ ജീവിച്ചിരുന്ന ഒരു കാലത്ത് നമ്മുടെയൊക്കെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ജയിൽവാസം അനുഭവിച്ചൊരു വ്യക്തിയാണ് ആ കാലത്ത്. ആ മനുഷ്യൻ ജയിലിൽ പോയിട്ട് എന്താ പണി? അദ്ദേഹത്തിന് ജയിലിലുള്ള മറ്റുള്ള കുറ്റവാളികളെയൊക്കെ ഒരു കൂട്ടി വെച്ചിട്ട് എല്ലാവരെയും ഒരുമിച്ച് നിർത്തിയിട്ട് അദ്ദേഹം ഖുർആൻ പഠിപ്പിക്കാൻ തുടങ്ങുക. അവിടെയും അദ്ദേഹം ഏറ്റവും വലിയ പേജാറിലും പേടിയിലും ജീവിക്കുന്ന സന്ദർഭത്തിലും അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ ദീനെയും അള്ളാഹുവിൻ്റെ കിതാബിനെയും പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതായിരിക്കും എവിടെ ചെന്നാലും അള്ളാഹ് എന്നുള്ള ബോധമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് എന്ത് നഷ്ടപ്പെട്ടാലും നമുക്കൊരു സങ്കടം ഉണ്ടാവില്ല. അതൊക്കെ സ്വർഗത്തിൽ വെച്ചിട്ട് നമുക്ക് നേടാൻ കഴിയും എന്നുള്ള ബോധമായിരിക്കും സ്വർഗത്തിൽ കിനാവ് കണ്ട് നടക്കുന്നവരുടെ പ്രത്യേകത. ഉർവത്ത് ബിൻ സുബൈർ എന്ന് പറയുന്നൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ കാല് നഷ്ടപ്പെട്ട് ഇങ്ങനെ കാല് ചോരന്ന് കാലിങ്ങനെ കിടക്കുകയാണ്.
ആ കിടക്കുമ്പോൾ നമ്മൾ ഈ ഫലസ്തീനിലൊക്കെ കാണുന്നുണ്ടല്ലോ, അവയവങ്ങളൊക്കെ പൊറുക്കിക്കൊണ്ടിരിക്കുന്ന ചെറിയ പൈതങ്ങൾ, തൻ്റെ ജ്യേഷ്ഠൻ്റെ അവയവങ്ങൾ പൊറുക്കിക്കൊണ്ടിരിക്കുന്ന അനുജന്, വളരെ ചെറിയ കുട്ടികൾ. ഇതുപോലെ കാലിങ്ങനെ മുറിഞ്ഞു കിടക്കുക, ആ കാലിങ്ങനെ തടവിക്കൊണ്ട് തലോടിക്കൊണ്ട് അദ്ദേഹം പറയുന്നൊരു വർത്തമാനമുണ്ട്. ഷൈഉൻ മിൻ ജസദി സബഖനി ഇലൽ ജന്ന, ഷൈഉൻ മിൻ ജസദി സബഖനി ഇലൽ ജന്ന, എൻ്റെ ശരീരത്തിൽ നിന്നൊരു അവയവം എന്നെക്കാൾ നേരത്തെ സ്വർഗത്തിലേക്ക് വന്നിരിക്കുന്നു. സബഖനി ഇലൽ ജന്ന, യാ അല്ലാഹ് ഇന്നക തഅലം, യാ അല്ലാഹ് ഇന്നക തഅലം, യാ അല്ലാഹ് ഇന്നക തഅലം. അല്ലാഹുവേ നിനക്കറിയാം, എൻ്റെ ആ കാലുകൾ കൊണ്ട് ഞാൻ എൻ്റെ മാർഗത്തിലല്ലാതെ മറ്റൊന്നും തന്നെ പ്രവർത്തിച്ചിട്ടില്ല, അതുകൊണ്ട് അത് എടുത്തു വെക്കുക, ഇനി ഞാനും ആ സ്വർഗത്തിലേക്ക് വരാൻ പോകുന്ന ആളാണ്. ഇങ്ങനെ പറയാൻ കഴിയുന്നവരായിരിക്കും സ്വർഗത്തേക്ക് നാവ് കാണുന്നവരെന്നുള്ള. ഇബ്നു തൈമിയയുടെ ചരിത്രം നമുക്കറിയാം. ഇബ്നു തൈമിയ അവിടെയുള്ള രാജാക്കന്മാർ പീഡിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഇബ്നു തൈമിയ അവരോട് പറയുന്നൊരു വർത്തമാനമുണ്ട്. നിങ്ങളെങ്ങാനും എന്നെ നാട് കടത്താൻ വിചാരിക്കുകയാണെങ്കിൽ, തീരുമാനിക്കുന്നത് നാട് കടത്താനാണെങ്കിൽ, ഞാൻ എൻ്റെ റബ്ബിലേക്കുള്ള വിനോദസഞ്ചാരമായിട്ട് അതിനെ സ്വീകരിക്കും. ഞാൻ എൻ്റെ റബ്ബിലേക്കുള്ള വിനോദസഞ്ചാരമായിട്ട് ഏത് കൂരിരട്ടിലേക്കാണെങ്കിലും, ഏത് കാട്ടിലേക്കാണെങ്കിലും, ആരാരും ഇല്ലാത്തൊരു ദിക്കിലേക്കാണ് എന്നെ നാട് കടത്താൻ വിചാരിക്കുന്നത് എങ്കിലും, ഞാൻ എൻ്റെ റബ്ബിലേക്കുള്ളൊരു വിനോദസഞ്ചാരമായിട്ടാണ് ഇതിനെ കാണുക. പിന്നെ പറഞ്ഞു, നിങ്ങളെങ്ങാനും എന്നെ ജയിലിലടക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ, ഞാനും എൻ്റെ റബ്ബും ഒന്നിച്ചിരിക്കുവാനുള്ള ഏറ്റവും നല്ല അവസരമായിട്ട് ഞാൻ അതിനെ കാണുന്നു. പിന്നെയും പറഞ്ഞു, നിങ്ങളിനി അതൊന്നുമല്ല, എന്നെ കൊന്നു കളയാനാണ് തീരുമാനമെങ്കിൽ, എൻ്റെ റബ്ബിലേക്ക്, എൻ്റെ റബ്ബിനെ കാണാനുള്ള എൻ്റെ ആഗ്രഹം പൂവണിയാനുള്ള ഏറ്റവും നല്ല അവസരമായിട്ട് ഞാൻ അതിനെ കാണുമെന്നത്. എല്ലാം ഭീതിയാണ്, എല്ലാം ഭീഷണിയാണ്, എല്ലാം ഭീഷണിയാണ്. ആ ഭീഷണിയുടെ മുമ്പിലൊന്നും തന്നെ മടങ്ങി നിൽക്കാതെ, അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിലൊന്നും പേടിച്ച് ബെജറച്ച് നിൽക്കാതെ. നിങ്ങൾക്കറിയാലോ, ഫിർഔൻ്റെ അടുത്തേക്ക്, ഫിർഔൻ്റെ കൊട്ടാരത്തിലേക്ക് മജീഷ്യന്മാർ വരുന്നുണ്ട്. വരുമ്പോൾ ചോദിച്ചൊരു ചോദ്യം, ഞങ്ങൾക്ക് എന്ത് കിട്ടും? മൂസയുടെ റബ്ബിനെയും പരാജയപ്പെടുത്തിയാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്നുള്ള. ഫിർഔന് പറഞ്ഞു, നിങ്ങളെ ഈ കൊട്ടാരത്തിലെ മന്ത്രിമാരാക്കും. ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ സ്ഥാനമാണ്. ആ പൂതിയും വെച്ചിട്ടാണ് ആ കൊട്ടാരത്തിലേക്ക് പോകുന്നത്. പക്ഷേ അവിടെ കയ്യിലുള്ള എല്ലാ തന്ത്രങ്ങളും ഇറക്കിയിട്ടും അവർക്ക് ബോധ്യപ്പെട്ടു, മൂസയുടെ റബ്ബും തന്നെയാണ് സത്യമെന്ന് അവരവരിൽ വിശ്വസിക്കുകയാണ്. ഈമാൻ കടന്നിട്ടൊരല്പം നിമിഷമായിട്ടുള്ളൂ, ഉടനെ തന്നെ ഫിർഔന്റെ ഭീഷണി മുഴങ്ങി. എന്താ? നിങ്ങളുടെ കൈകാലുകൾ ഞാൻ എതിരച്ഛേദിക്കും. എതിരച്ഛേദിക്കാൻ പിന്നെ ബാലൻസ് ഉണ്ടാവില്ല. ഏറ്റവും വലിയ ശിക്ഷയാണത്, കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ശിക്ഷയാണ് പറഞ്ഞത്. എന്നിട്ട് എതിരച്ചേരിക്കും എന്ന് പറയുമ്പോൾ ഈമാൻ കടന്നിട്ട് ഈ ഒരു മോഹം, പൂതി, ആഗ്രഹം ഉള്ളിലേക്ക് കടന്നിട്ട് നിമിഷ നേരമായിട്ടുള്ളൂ. അപ്പോഴേക്കും ആ മജീഷ്യന്മാര് തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള മന്ത്രിയാവുക, കൊട്ടാരത്തിലെ രാജാവിൻ്റെ, ഫിർഔന്റെ കൊട്ടാരത്തിലെ മന്ത്രിയാവുക എന്നുള്ള ആഗ്രഹമൊക്കെ മാറ്റിവെച്ചു എന്ന് മാത്രമല്ല, ഈ ഭീഷണി മുഴക്കിയപ്പോൾ അതിനു മുമ്പിൽ നിന്ന് പറയുന്നൊരു വർത്തമാനം, ലാ വൈർ, നോ പ്രോബ്ലം, ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക്, ഞങ്ങൾക്ക് മൂസ പഠിപ്പിച്ചെന്ന ഞങ്ങളുടെ റബ്ബിലേക്ക് യാത്രയാകുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്കൊരു പേടിയും ബേജാറുമില്ല എന്ന് പറയുന്നൊരു വർത്തമാനം നമുക്ക് കാണാൻ കഴിയുമെന്നതാണ്. ഇങ്ങനെ എല്ലാ ആണും പെണ്ണുമൊക്കെ ഈ ധീരമായ വർത്തമാനം പറയാൻ കഴിയുന്നവരായിരിക്കും. അവർ ആ വർത്തമാനം പറയുന്നവരുടെ ഹൃദയവും കിനാവും നിറയെ ജന്നത്തായിരിക്കും, സ്വർഗമായിരിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ഹമീദ ഖുത്ബ് എന്ന് പറയുന്ന ചരിത്രത്തിൽ ഈജിപ്തിലെ ഈ ഭരണാധികാരികൾ ഒരുപാട് കാലം ജയിലിൽ അടച്ചു വെച്ച സൈനബുൽ ഗസാലിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതേ സമയത്ത് തന്നെ ഒരു ചെറുപ്പക്കാരി ഉണ്ടായിരുന്നു ആ ജയിലിൽ. അതാണ് ഹമീദ ഖുത്ബ്. സയ്യിദ് ഖുത്ബിൻ്റെ പെങ്ങളാണ്, സയ്യിദ് ഖുത്ബിൻ്റെ അനുജത്തിയാണ്. അവരിങ്ങനെ ആ സയ്യിദ് ഖുത്ബിനെ തൂക്കിലേറ്റാൻ വേണ്ടി കൊണ്ടുപോകുന്ന രംഗമുണ്ട്. ആ ജയിലിൻ്റെ അരികിലൂടെ ഇവരൊക്കെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന രംഗമുണ്ട്. എത്രയെന്ന് ചോദിച്ചാൽ, ജീവനുള്ള മനുഷ്യരെ ആ ഇടനായികയുടെ 2 ചുമരുകളിലും ആണിയടിച്ചിട്ട് പിടയുന്ന മനുഷ്യരെങ്ങനെ ക്ലോക്ക് തൂക്കിയിട്ട പോലെ ആണിയടിച്ച് തൂക്കിയിട്ടുള്ള ആ വരാന്തയിലൂടെയാണ് ഈ സൈനബുൽ ഗസാലിയെയും അതുപോലെ തന്നെ ഹമീദ ഖുത്ബിനെയൊക്കെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്. എന്തിനാണ്? ഈ മോഹത്തിൽ നിന്നും പിന്തിരിയാൻ വേണ്ടിയിട്ട്, മാറി നിൽക്കുവാൻ വേണ്ടി, ഈ ആഗ്രഹം ഒന്ന് ഉപേക്ഷിക്കുവാൻ വേണ്ടി, സ്വർഗം എന്നുള്ള ആഗ്രഹം ഒന്ന് ഉപേക്ഷിക്കുവാൻ വേണ്ടി ഈ കാഴ്ചകൾ കണ്ടിട്ടാണ് അതിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെയൊക്കെ പീഡിപ്പിച്ചിട്ട് ചെന്ന് നോക്കുമ്പോൾ അതിനു മുമ്പ് ഈ സെല്ലിൽ കിടന്ന ആളുകളുടെ കഫവും രക്തവുമാണ് ആ പായയിലുണ്ടായിരുന്നത്. അത്രമാത്രം രക്തവും കഫവും പുറത്തേക്ക് വരുന്ന രീതിയിൽ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നറിയുന്ന രീതിയിലാണ് ആ ജയിലിൻ്റെ അകത്തുള്ളത്. എന്നിട്ടും ആ മോഹം ഒട്ടും തന്നെ വിട്ടുകൊടുക്കാൻ ാണ് ആ ജയിലിൽ ആ സ്ത്രീ കഴിച്ചു കൂട്ടിയത്. ഹമീദ ഖുത്ബ് എന്ന് പറയുന്ന ഒരു മഹദി കഴിച്ചു കൂട്ടിയത്. എന്നിട്ട് സയ്യിദ് ഖുത്ബിനെ ഇങ്ങനെ തൂക്കിക്കൊല്ലുവാൻ വേണ്ടി കൊണ്ടുപോകുന്നൊരു നേരമുണ്ട്.
അതാണ് ഞാൻ പറഞ്ഞത്, സ്വർഗ്ഗം കിനാവ് കാണുന്ന ആളുകളുടെ വർത്തമാനം, പരസ്പരം തമ്മിൽ സംസാരിക്കുന്ന വർത്താനാണ്. ഇങ്ങനെ കൊണ്ടുപോവുക, ജയിലിൽ നിന്ന് ഇറക്കിയിട്ട് ആരാചാരിങ്ങനെ തൂക്കുകയറിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോവുകയാണ് സയ്യിദ് കുത്തുബിനെ. ആ സമയത്ത് ആ വരാന്തയിലുള്ള ഒരു സെല്ലിൽ നിന്ന് സയ്യിദ് കുത്തുബ് തൻ്റെ അനുജത്തിയെ ഹമീദ കുത്തുബിനെ കാണുന്നുണ്ട്. അങ്ങനെ ഹമീദയോട് പറയുന്നുണ്ട്, ഒരുപാട് കാര്യം പറയാനുണ്ട്. നീ ഈ ജയിലിലേക്ക് വന്നിട്ട് നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലല്ലോ, ഒരുപാട് കാലമായില്ല നമ്മൾ തമ്മിൽ കണ്ടിട്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യം നിന്നോട് എനിക്ക് പറയാനുണ്ട്. പക്ഷേ ഇവരതിന് സമയം അനുവദിക്കുകയില്ലല്ലോ. അതുകൊണ്ട് അങ്ങോട്ട് വാ, സ്വർഗത്തിൽ വെച്ച് നമുക്ക് ഇരുന്നിരുന്ന് പറയാം, എല്ലാ കഥകളും പറയാം, എല്ലാ കിസ്സകളും അവിടെ വെച്ച് പറയാം എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു മഹാനായ മനുഷ്യനെ നമുക്ക് ചരിത്രത്തിൽ കാണാം. ഇതൊക്കെ സഹാബിമാരുടെ കൂട്ടത്തിലുള്ള ആളുകളല്ല, അതിനൊക്കെ ശേഷം ജീവിച്ച മനുഷ്യരാണ്. അപ്പോൾ എല്ലാ ആളുകളും നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ച ആളുകളും ഒക്കെ ഇങ്ങനെ സ്വർഗത്തെ കിനാബ് കണ്ടുകൊണ്ട് ജീവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമെന്ന്. ചരിത്രത്തിൽ ഇതുപോലെ ഒരുപാട് ആളുകളുണ്ട്. ബംഗ്ലാദേശിലുള്ള ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെയൊക്കെ പ്രവർത്തകർ അവരെ തൂക്കുകയറയിലേക്ക് കൊണ്ടുപോകുന്ന നേരത്ത് അവർ കാണിക്കുന്നൊരു ചിഹ്നമുണ്ട്. ഇതാണ് ആ ചിഹ്നം. ഇങ്ങനെയാണ് അവർ കാണിക്കുന്നത്. ഇങ്ങനെ കാണിക്കാറുള്ളത് എപ്പോഴാണെന്ന് ആലോചിച്ച് നോക്കൂ. ഏറ്റവും ഹരം പിടിച്ച ഒരു മത്സരത്തിൽ വിജയിക്കുമ്പോഴാണ്. ഫുട്ബോളിനെ പോലെ അല്ലെങ്കിൽ വലിയ ലോകത്തുള്ള ഏറ്റവും വലിയ മത്സരങ്ങൾ വിജയിക്കുമ്പോൾ വിജയികൾ അല്ലെങ്കിൽ അവിടെയുള്ള മത്സരാർത്ഥികൾ കാണിക്കുന്നൊരു ചിഹ്നമാണിത്. ഇത് എവിടേക്ക് പോകുമ്പോഴാണെന്നറിയോ? തൂക്കുകയറിലേക്ക് വിളിച്ചു കൊണ്ടുപോകുമ്പോൾ അവർ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ചിഹ്നമാണ്. വിജയിച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. എന്താണ്? അവിടെ കിനാവിൽ കണ്ടിരുന്ന സ്വർഗത്തിലേക്കാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അവിടെ അവർ കാത്തിരിക്കുന്നു. സലാമുൻ അലൈക്കും തിബ്തുൻ ഫദ്ഖുലൂഹ എന്ന് പറഞ്ഞുകൊണ്ട്, ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കേൾക്കാം. നമ്മൾ നല്ല ആത്മാക്കളെ കൊണ്ടുപോകുമ്പോൾ, സ്വർഗനിവാസികളായിട്ടുള്ള ആളുകൾ മരിച്ച് ഇവിടുന്ന് റൂഹ് കൊണ്ടുപോകുമ്പോൾ തന്നെ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി ഇങ്ങനെ പറഞ്ഞിട്ടാണ്. ഇതന്നെ വലിയ പൂതി വെക്കുന്നൊരു കാര്യമാണ്. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോവുക, വരിക, സ്വർഗത്തിലേക്ക് കടന്നു പോവുക എന്നിങ്ങനെ വിളിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ, അതിനുള്ള അവസരമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വർഗത്തെ ഹൃദയത്തിൽ നിറച്ചു വെച്ചവരായിരിക്കും. അങ്ങനെയുള്ള ആളുകളെയാണ് ഈ രീതിയിൽ കൂട്ടിക്കൊണ്ടുപോവുക. ഈ രീതിയിൽ അള്ളാഹിൻ്റെ മലക്കുകൾ കൊണ്ടുപോകാൻ അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ തന്നെ അവിടെ ഖബറിലേക്ക് സ്വർഗത്തിൽ നിന്നുള്ളൊരു കവാടം തുറന്നു കൊടുക്കുമെന്നുള്ള നമ്മളെ പൂതിപ്പെടുത്തുന്ന രീതിയിലുള്ള വർത്തമാനമാണ് റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സ്വർഗത്തിൽ നിന്നുള്ള ഒരു കവാടം ഖബറിലേക്ക് തന്നെ, ഇടുങ്ങിയ ആ ഒരു ഇടത്തിലേക്ക്, അതിലേക്ക് തന്നെ തുറന്നു വെച്ച് തരും. അത് വിശാലമായി തോന്നും നമുക്ക്. ആ സ്വർഗലോകം മുഴുവനും കണ്ടുകൊണ്ടാണ് അവർ കിടക്കുന്നത്. അഥവാ അവർക്ക് പോകാനുള്ള ഏറ്റവും വലിയ ഇടത്തേക്കാണ് അവർ കണ്ടുകൊണ്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ അത്ര മനോഹരമായ, അങ്ങനെ അല്ലാഹ് കൽപ്പിക്കുമത്രേ, ആ സ്വർഗവാസിയായ ഖബറാളിന് സ്വർഗത്തിൽ നിന്നുള്ളൊരു പുതപ്പിനെ നീ കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറയും. അങ്ങനെ ആ പുതപ്പും ധരിച്ച് അവിടെ സ്വർഗത്തെ കണ്ടുകൊണ്ട് ജീവിതത്തിൽ സ്വർഗത്തെ കിനാവ് കൊണ്ട് അതിനു വേണ്ടി മാത്രം പണിയെടുത്ത ആളുകൾക്കാണ് ഈ പറയുന്നത് അല്ലാഹ് നൽകാൻ പോകുന്നു എന്നുള്ളത്. ഇവരുടെ അവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവർ മരണത്തെ എപ്പോഴും ഓർത്ത് ജീവിക്കുന്ന ആളുകളാണ്. നമ്മളൊക്കെ പരസ്പരം പറയുമ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാറ് അങ്ങനെ ജീവിച്ചു പോണ്ടേ എന്നുള്ളതാണ്. പക്ഷെ അവർ പറയാറുള്ളത് മരിച്ചു പോണ്ടേ എന്നുള്ളതാണ്, മരിച്ചു പോകണ്ടേ എന്നുള്ളതാണ് അവർ പരസ്പരം പറഞ്ഞിരുന്നത്. അവിടെ കൂട്ടൊക്കെ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അവിടെയൊക്കെ നിശബ്ദതയായിരുന്നു. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് അവർ കിടന്നുറങ്ങുന്ന നേരത്ത് അവർ കിടക്കപ്പായിലേക്ക് പോയിട്ട് അവിടെ കിടക്കുമ്പോൾ അവരോട് തന്നെ പറഞ്ഞിരുന്നൊരു വർത്തമാനം, ഹാദിഹി ലൈലത്തില്ലത്തി അമൂതു ഫീഹി, ഇതാ ഈ രാത്രി ഉണ്ടല്ലോ, ഈ രാത്രി ഞാൻ മരിക്കുന്ന രാത്രിയാണ്. ഇങ്ങനെ നമ്മളെപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? അല്ല എന്നെന്താ ഉറപ്പ്? അതൊന്ന് ആലോചിച്ച് നോക്കി. അല്ല, ഞാൻ ഈ കിടക്കുന്ന രാത്രി, ഞാൻ മരിക്കുന്ന രാത്രി അല്ല എന്ന് പറയാൻ എന്താ ഉറപ്പ്? എത്രയോ കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. കുടുംബത്തിൽ, ബന്ധുക്കളിൽ, നാട്ടിൽ, സുഹൃത്തുക്കളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞിരുന്ന ഒരു വർത്തമാനം, ആദിഹി ലൈലത്തിലെത്തി അമൂത്തു ഫിഹി, ഇതാ ഈ രാത്രി അത് ഞാൻ മരിക്കുന്ന രാത്രിയാണെന്ന്. അങ്ങനെ പറഞ്ഞാൽ എന്താ മെച്ചം? അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കിടക്കുന്നത് എങ്കിൽ തൗബയെ നീട്ടിക്കൊണ്ടുപോവുകയില്ല. അന്നേ ദിവസം നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കിടക്കപ്പായിൽ കിടന്നുകൊണ്ട് തൗബ ചെയ്തിട്ടാണ് നമ്മൾ ശുദ്ധമായ മനസ്സോടുകൂടിയാണ്, ഖൽബുൻ സലീം, ആ ഹൃദയത്തിൽ മറ്റൊന്നുമില്ലാത്ത അല്ലാഹ് മാത്രമുള്ള ഒന്നായിട്ടാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയുക.
അതുപോലെ തന്നെ അവർ എണീറ്റ് വരുമ്പോൾ അവർ പറഞ്ഞിരുന്നൊരു വർത്തമാനം, ഈ ദിവസം ഞാൻ മരിക്കുന്ന ദിവസമാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജീവിക്കുകയും എണീക്കുകയും കിടന്നുറങ്ങുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അവനെ തെറ്റുകളിലേക്ക് പോകാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ മതി മനുഷ്യൻ്റെ ജീവിതം മുഴുവനും ചിട്ടപ്പെടുത്തുവാൻ, എല്ലാത്തിനും ചിട്ടപ്പെടുത്തുവാൻ അത് മതി എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലൊരു അനുഭവം പറയും. സഹാബിമാരുടെ ജീവിതത്തിൽ ഒരുപാട് കഥകളും സംഭവങ്ങളും കേട്ടിട്ടുണ്ടാകും. എൻ്റെ ഉപ്പൊരിക്കൽ എന്നോട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച KC അബ്ദുള്ള മൗലവിക്ക് ഒരു പുസ്തകമുണ്ട്, പരലോകം ഖുർആൻ എന്നുള്ള ഒരു പുസ്തകം. ഈ കൂട്ടത്തിൽ വായിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അതൊന്ന് വായിക്കുന്നത് നല്ലതാണ്. എപ്പോഴും നമ്മുടെ ജീവിതത്തെ തർത്തീബാക്കി തീർക്കുവാൻ ഏറ്റവും കരുത്തുള്ള ഒരു പുസ്തകമാണ്. നമ്മുടെ സ്വർഗത്തിന് വേണ്ടിയിട്ട് വളരെയേറെ നിർബന്ധിക്കുന്നൊരു പുസ്തകമാണ്. വായിച്ച് തീരുന്നതോടുകൂടി നമ്മുടെ സ്വർഗത്തെക്കുറിച്ച് ഇങ്ങനെ കിനാവ് കാണും, യാതൊരു സംശയമില്ല. അങ്ങനെയുള്ളൊരു പുസ്തകമാണ്. ഒരുപാട് ആളുകളെ മാറ്റിക്കളഞ്ഞിട്ടുള്ളൊരു പുസ്തകമാണ്. അപ്പോൾ ആ ഒരു പുസ്തകം എന്നോട് വാങ്ങാൻ വേണ്ടി പറഞ്ഞു. എന്തിനാണ്, വീട്ടിലൊന്നും ഉണ്ടല്ലോ, പിന്നെന്തിനാണ് വാങ്ങുന്നത് എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു മനുഷ്യന് കൊടുക്കുവാനാണ്. അപ്പോൾ ഏതാണ് ആ മനുഷ്യൻ എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദൈവനിഷേധിയാണ്. ദൈവമില്ല, അള്ളയില്ല എന്ന് പറയുന്ന മുസ്ലിം നാമമുള്ള ഒരു പേരാണ്. ഒരു വലിയ സംഘടനയുടെ ജില്ലയുടെ സെക്രട്ടറി കൂടിയായിരുന്നു അദ്ദേഹം. ഒരുപാട് കാലം മലപ്പുറം ജില്ലയുടെ സെക്രട്ടറി കൂടിയായി. അങ്ങനെയുള്ളൊരു വ്യക്തി, ആ വ്യക്തിക്ക് കൊണ്ടുപോയി കൊടുക്കാനാണ്. ഞാൻ ചോദിച്ചു, എന്തിനാണ്? വെറുതെ ഒരു കാര്യമില്ലാതെ എന്തിനാ അത് കൊണ്ടുപോയി കൊടുക്കുന്നത്? അയാളെ സംബന്ധിച്ച് ഞങ്ങൾ കണ്ടതാണ്, നമ്മൾ കാണുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യൻ, ഏറ്റവും ഇഷ്ടമുള്ള, ചെറുപ്പം മുതൽ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നിട്ടുള്ള ഒരു വ്യക്തി മരണപ്പെടുമ്പോൾ അദ്ദേഹം വളരെ സങ്കടപ്പെട്ടിട്ടുണ്ട്. ആ ദൈവനിഷേധിയായ മനുഷ്യന് വളരെയേറെ സങ്കടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ സമാധാനിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വാക്കുകളില്ല. സ്വർഗത്തിൽ വെച്ച് കാണാം എന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വർഗത്തിൽ വിശ്വാസമില്ലല്ലോ, അത് പരലോകത്തിൽ വിശ്വാസമില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ വളരെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജനാസയുമായിട്ട് പള്ളിയുടെ അടുത്ത് വരെ വന്നു, ഖബറിൻ്റെ അടുത്ത് വരെ വന്നു. എന്നിട്ട് പള്ളിയിലേക്ക് കടക്കാത്ത മനുഷ്യനാണ്. അത്രയേറെ ദൈവനിഷേധം ഉള്ളിൽ കിടന്നിട്ട്, അത്രയും പ്രിയപ്പെട്ട മനുഷ്യന് അവസാനത്തെ നേരത്തെ ഒരു നമസ്കാരത്തിൽ പോലും പങ്കെടുക്കാൻ കഴിയാത്ത വിധം ദൈവനിഷേധം അകത്ത് കൊണ്ടുവെക്കുന്നൊരു മനുഷ്യനാണ്. ഈ മനുഷ്യൻ എന്തിനാണ് ഈ പുസ്തകം കൊണ്ടുപോയി കൊടുക്കുന്നത്? ഞാൻ ഉപ്പനോട് ചോദിച്ചു, നീ കൊണ്ടുപോവാ, നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം, നമ്മുടെ കർമ്മം നമ്മൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ ബൈക്കിൻ്റെ പിന്നിൽ കയറിയിട്ട് ഉപ്പയും ഞാൻ കൊണ്ടുപോയി കൊടുക്കുക. അങ്ങനെ കൊണ്ടുപോയി കൊടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും നല്ല പരന്ന വായനയുള്ള മനുഷ്യനാണ്, പരന്ന വായനയുള്ള ആളാണ്. അങ്ങനെ അദ്ദേഹം വായിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം ഉപ്പയുടെ ഫോണിലേക്ക് ഫോൺ വിളിക്കുന്നുണ്ട്. എന്താ വിളിക്കുന്നത്? എൻ്റെ പേരക്കുട്ടികൾക്ക് നിങ്ങളുടെയൊക്കെ മദ്രസയിൽ പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ വീട്ടിൽ വന്ന് പഠിപ്പിച്ചു തരാൻ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോയെന്ന്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ വല്ലാതെ ഇളക്കി മറിച്ചിട്ടുണ്ട് ആ പുസ്തകം എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. മക്കളേതാനും പിടിച്ചാൽ കിട്ടൂല. കാരണം മക്കളൊക്കെ ഈ ഒരു ദൈവനിഷേധത്തിലൂടെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനി പേരക്കുട്ടികളാണുള്ളത്. അവർക്കും തന്നെ മദ്രസയിലേക്ക് പറഞ്ഞു വിടുവാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രശ്നം, അദ്ദേഹത്തിൻ്റെ ആ ജീവിതം അദ്ദേഹത്തിന് അനുവദിക്കുന്നില്ല. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് മദ്രസ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ, നിങ്ങളുടെ പരലോകത്തെക്കുറിച്ചും ഖുർആനെ കുറിച്ചും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന് ഒരു പുസ്തകം ഒരു മനുഷ്യനെ മാറ്റിമറിച്ചതിൻ്റെ കാഴ്ചയാണ് ഞാൻ പറഞ്ഞത്. മരണം എന്നുള്ളത് ആരെയും എത്ര വലിയ മനുഷ്യനാണ് എങ്കിലും മാറ്റിമറിക്കും. അതുകൊണ്ട് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും നിലനിർത്തുക. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ഹൃദയം ഇങ്ങനെ തുരുമ്പ് പിടിക്കും, ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്ന പോലെ. 2 ഔഷധമാണ് പറഞ്ഞു തന്നത്. ഒന്നെന്താ? ദിക്റുൽ മൗത്ത് വ തിലാവത്തുൽ ഖുർആൻ. ദിക്റുൽ മൗത്ത്, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ. അതാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, യുഖാലു മാത ഫുലാൻ വമാത ഫുലാൻ വമാത ഫുലാൻ. ഇങ്ങനെ വിളിച്ചു പറയും പള്ളിയിൽ നിന്ന്, ഇന്ന ആള് മരണപ്പെട്ടു കേട്ടോ. നമ്മളെ വാട്സപ്പിലേക്കൊക്കെ ഇങ്ങനെ വരും. ഈ കാലത്ത് പറഞ്ഞാൽ ഇന്ന ആളിങ്ങനെ മരിച്ചിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് ഇങ്ങനെ വരുമല്ലോ. ഒരു ദിവസം മാത ഉമർ മരിച്ചു എന്ന് പറയുന്ന ഒരു മെസ്സേജ് വരും എന്ന് ഒരു വാർത്ത പറയും എന്നിങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട്. അതുപോലെ നമ്മൾ മരിച്ചു എന്ന് നമ്മുടെ ഈ ഗ്രാമത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം കറങ്ങി നടക്കുന്നൊരു ദിവസമുണ്ട്. ആ ദിവസത്തെക്കുറിച്ച് അതിൽ ആരും നിഷേധിക്കാത്ത, ഏത് നിഷേധിക്കാത്ത ഒരു കാര്യമാണത്. അന്ന് നമ്മുടെ കിടത്തിയിറക്കും. ഇവിടെ കിടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഈമാനോടുകൂടി മൗത്താക്കുവാൻ. മരണം എല്ലാവർക്കുമുണ്ട്, മരണത്തെക്കുറിച്ച് ബേജാറായിട്ട് കാര്യമില്ല. മരണാനന്തരത്തെക്കുറിച്ചാണ് നമ്മൾ ബേജാറാകേണ്ടത് എന്ന്. മരണത്തെക്കുറിച്ച് എപ്പോഴും ഓർക്കണം എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിലെ വേറൊരു അനുഭവം കൂടെ പറയാം. ഒരിക്കൽ ശാന്തപുരത്ത് മക്ബറയിലേക്ക് മഗ്‌രിബിന് ശേഷം അങ്ങനെ നോക്കുമ്പോൾ ആ മക്ബറയിൽ വെള്ള തുണിയും വെള്ള കുപ്പായമൊക്കെ ഇട്ട് ഒരു തോർത്തുമുണ്ട് തോളിലിട്ടിട്ട് ഒരു മനുഷ്യൻ വടിയും കുത്തിപ്പിടിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്.
PK അബ്ദുൽ മൗലവി എന്ന് പറയുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉസ്താദാണ്. അതിനടുത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീടുള്ളത്. അങ്ങനെ അദ്ദേഹം മരണത്തിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഒരു ഖബർ കുത്തിയിട്ടുണ്ട്. ഖബർ അവിടെ കുത്തി വെച്ചിട്ടുണ്ട്. രാത്രി മഗ്‌രിബിന് നേരത്ത് അദ്ദേഹം ആ ഖബറിലേക്ക് നോക്കിയിട്ട് ഇതാണ് ഞാൻ കിടക്കാൻ പോകുന്ന ഇടം എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് വീട്ടിൽ പോയി കിടക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ നിത്യമായൊരു കാഴ്ചയാണ്. ഇങ്ങനെ മരണത്തെക്കുറിച്ച് ഓർക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് തെറ്റുകളിലേക്ക് പോകാൻ കഴിയില്ല. സ്വർഗം മാത്രമായിരിക്കാം ഹൃദയത്തിൽ ഉണ്ടാവുക എന്നുള്ള. ഒരിക്കൽ ക്ലാസ്സിലേക്ക് ഉസ്താദ് വന്നു. ഉസ്താദ് ക്ലാസ് എടുക്കാൻ വേണ്ടി വരികയാണ് ശാന്തപുരത്ത് തന്നെ. അപ്പോൾ ആ ഉസ്താദിൻ്റെ അടുത്ത് ടെക്സ്റ്റ് ബുക്കില്ല. ടെക്സ്റ്റ് ബുക്ക് റൂമിലുണ്ട്. ആ റൂമിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ പോയി നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടുങ്ങിയൊരു റൂം, അതിലൊരു കട്ടില, അതിനപ്പുറത്തൊരു വലിയൊരു ഷെൽഫുമുണ്ട്. ആ ഷെൽഫിലാണ് പുസ്തകമുള്ളത്. ഷെൽഫ് തുറന്നു നോക്കിയപ്പോൾ അതിന് തൊട്ട് മുമ്പിൽ പുസ്തകത്തിൻ്റെ അടുത്ത് തന്നെ ഒരു വൈറ്റ് കവറിൽ പുറത്തേക്ക് കാണുന്ന രീതിയിൽ കുറച്ച് തുണിക്കഷ്ണങ്ങളുണ്ട്. അദ്ദേഹം കിടക്കുന്നതിന് നേരെ മുമ്പിലാണ്. ഇത് കണ്ടുകൊണ്ട് കിടക്കാൻ കഴിയും. അങ്ങനെയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഒന്ന് മറിച്ച് നോക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കഫം പുടവയായി. ഇങ്ങനെയൊക്കെ മരണത്തെ പ്രതീകാത്മകമായിട്ട് മാത്രമല്ല, ഇങ്ങനെയൊക്കെ മരണത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓർത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യർ നമ്മുടെ കൂട്ടത്തിലുമുണ്ട്. അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മരണത്തെക്കുറിച്ച് അങ്ങനെ ഓർക്കുമ്പോൾ അവരുടെ കൽബ് നിറയെ സ്വർഗമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. യാതൊരു സംശയവുമില്ല. ആ സ്വർഗത്തിലേക്കായിരിക്കും അവരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത്. ഇങ്ങനെ സ്വർഗത്തെ കിനാവ് കാണുവാൻ മരണത്തെ ഓർത്തുകൊണ്ട് ദിക്റുൽ മൗത്ത് വ തിലാവത്തുൽ ഖുർആൻ, രണ്ടാമത്തെ ഔഷധം പറഞ്ഞു തന്നത് അതാണ്. തിലാവത്തുൽ ഖുർആൻ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്, ഇന്ന ലില്ലാഹി അഹ്ലീന, അള്ളാഹ്ക്ക് കുടുംബക്കാരുണ്ട് എന്നാ. അഹ്ലീന മിനന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹ്ക്ക് കുടുംബക്കാരുണ്ട്. അള്ളാഹിൻ്റെ സ്വർഗത്തിൽ അള്ളാഹ്ക്ക് കുടുംബക്കാരുണ്ടാകുമെന്നാ. എൻ്റെ കുടുംബം എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ കുടുംബക്കാരുണ്ട്. എന്താണ്? ആരാണ്? മൻഹും യാ റസൂലല്ലാ, അള്ളാന്റെ റസൂലെ ആരാണ് ആ കൂട്ടർ എന്ന് സഹാബിമാർ ചോദിക്കുന്നുണ്ട്. റസൂൽ പഠിപ്പിച്ചെടുത്തു, ഹും അഹ്ലുൽ ഖുർആൻ, ഖുർആന്റെ ആളുകളാണ്. ആ ഖുർആനാണ് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത്. ആ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത്. അങ്ങനെ ചിട്ടപ്പെടുത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉറപ്പായിട്ടും സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ഒരുപാട് ബാബുകളുണ്ട് ആ സ്വർഗത്തിൽ. ബാബു സ്വദക്ക, ബാബുൽ ജിഹാദ്, ബാബു റയ്യാൻ, ബാബുൽ ഐമൻ, ബാബു, അങ്ങനെ ഒരുപാട് സ്വലാത്ത്, അങ്ങനെ ഒരുപാട് സ്വദക്ക, ഒരുപാട് ബാബുകളുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വരും. എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോൾ, സിറിയയിൽ നിന്നൊരു കച്ചവട സംഘം വന്നപ്പോൾ എൻ്റെ ഒരു ചരക്കുണ്ടായിരുന്നു. പല ആളുകളും വ്യത്യസ്തമായ വില പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, ഇതിൻ്റെയൊക്കെ 10 ഇരട്ടി വില എനിക്കൊരാൾ തരാൻ പറഞ്ഞിരിക്കുന്നു, തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സ്വത്തുമായിട്ട് ഇങ്ങനെ പോയിട്ട് കൂടെ ആളുകൾ ഇങ്ങനെ പോയി. ആരപ്പോൾ എത്രത്തോളം സംഖ്യ ഇതിന് കൊടുക്കാൻ പോകുന്നത് എന്ന് വിചാരിച്ചിട്ട് കൂടെ അങ്ങനെ പോവാ. പോയി നോക്കിയപ്പോൾ മദീനയിലെ പാവങ്ങൾക്ക് അതെല്ലാം വിതരണം ചെയ്തിട്ട് പറഞ്ഞു, അള്ളാഹു എനിക്ക് 10 ഇരട്ടി പ്രതിഫലം തരാം എന്ന് പറഞ്ഞു. ആ ഉസ്മാൻ റളിയല്ലാഹുവിനോട് പറയും, ബാസിൽ സ്വതക്കയിലൂടെ ഇങ്ങനെ കടന്നു പോകാൻ. ഹംസാ റളിയല്ലാഹുവിന് കടന്നു വരും. എന്താ ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ, അല്ലാഹു എൻ്റെ ശരീരത്തിൽ ഒരു ഭാഗം പോലുമില്ല മുറിവേൽക്കാതെ എൻ്റെ കരൾ അവർ കടിച്ച് പറിച്ച് തുപ്പിക്കളഞ്ഞു. കുടൽമാലകൾ കഴുത്തിലിട്ടിട്ട് നൃത്തം ചവിട്ടി എൻ്റെ തലയോട്ടിയെടുത്തിട്ട് അതിന് മദ്യം ഒഴിച്ചിട്ട് കുടിച്ച് അവിടെ ആഹ്ലാദിക്കുന്ന കാഴ്ച കണ്ടു. എൻ്റെ ചെവി അറുത്തിട്ട് അവിടെ തൂക്കിയിട്ടിട്ട് പറഞ്ഞു, ഹാദാ ഉദ്ന ഹംസ, ഇത് ഹംസയുടെ ചെവിയാണ് എന്ന് പറഞ്ഞവര് ആഹ്ലാദിക്കുന്ന കാഴ്ചയായിരുന്നു അല്ലാഹുവേ എന്ന് പറയുമ്പോൾ, ഏറ്റവും വേഗത്തിൽ എന്ന് പറഞ്ഞാൽ സയ്യിദ് ശുഹദാക്കളുടെ സയ്യിദായിട്ടുള്ള ഹംസ റളിയല്ലാഹു അൻഹു ആ ബാബുൽ ജിഹാദിലൂടെ കടന്നു പോകും. അങ്ങനെ നമ്മൾ ഏത് ബാബിലൂടെയാണ് കടന്നു പോവുക? ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്കൊരു ബാബുണ്ടവിടെ. അത് ഏത് ബാബിലൂടെ, എന്താണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത്, ഏത് ബാബിലൂടെയാണ് നമുക്ക് കടന്നു പോകാൻ സാധിക്കുക എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഒറ്റയ്ക്ക് പോയാൽ പോരാ. ഞാൻ എൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ആ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഉപ്പ മുമ്പിൽ നടക്കുന്നു, ഉമ്മ കൂടെയുണ്ട്, മക്കളൊക്കെ ധൃതിയിൽ ആ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും കൂടെ പോകുന്നു, ഭാര്യയെ കൂടെ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ സ്വർഗത്തിലേക്ക് കുടുംബസമേതം പോകാൻ വേണ്ടി ശ്രമിക്കണം. അവരെ വിളിച്ചുണർത്തണം. ഈ റമളാനിൻ്റെ അവസാനത്തെ രാവുകളിൽ നമ്മൾ അവർക്ക് വിളിച്ചുണർത്തണം. അങ്ങനെ വിളിച്ചുണർത്തിയിട്ട് അവരെയും കൂടെ കൂട്ടിയിട്ട് വേണം സ്വർഗത്തിലേക്ക് പോകാൻ. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസക്കും അഹ്ലീക്കും നാറ, നരകത്തിൽ നിന്ന് കുടുംബസമേതം രക്ഷപ്പെടുക. വഖൂദുഹാ അന്നാസു വൽ ഹിജാറ, മനുഷ്യനും കല്ലും നിന്ന് കത്തുന്ന നരകത്തിൽ നിന്ന്. അതിനുവേണ്ടി കുടുംബത്തെ വിളിച്ചുണർത്തുക. അല്ലാഹുവിൻ്റെ റസൂൽ അങ്ങനെയായിരുന്നു. ചിലപ്പോൾ ചില ആളുകൾ, കുട്ടികൾക്കൊക്കെ ഒരു വിഷമമൊക്കെ ഉണ്ടാകും. പക്ഷേ എങ്കിലും ഇതെൻ്റെ സ്വർഗത്തിന് വേണ്ടിയാണെന്നുള്ള വിളിച്ചുണർത്തിയിട്ട് അവർക്ക് നല്ല കാഴ്ചകൾ പള്ളിയിൽ വന്നിട്ട് കാണിച്ചു കൊടുക്കുക. ഉറപ്പ് പറയാം, പുറം കാഴ്ചകളിലേക്ക് അവർ പോവുകയില്ല.
എങ്കിലും ഈ മദ്യത്തിൻ്റെയും ലഹരിയുടെയും അശ്ലീലതയുടെയും പുറംകാഴ്ചകളിലേക്ക് അവർ പോവുകയില്ല. അവർ കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ച അവിടെ ഉമ്മയാണ് ഉപ്പയാണ് എങ്കിൽ ഒരിക്കലും തന്നെ പോവുകയില്ല. സൂഫി വര്യന് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക നമ്മുടെ ജീവിതത്തെക്കുറിച്ച്. ചെറിയ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അയ്യാമ മജ്മുഅ, ഒരു കുറച്ച് ദിവസങ്ങളുടെ ഒരു കൂട്ടമാണ്. അപ്പോൾ ഒരു റമദാന് കൂടി അധികം ലഭിച്ചു എന്ന് വിചാരിച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എൻ്റെ ഖബറിലേക്ക് ഞാൻ ഒരു വർഷം കൂടി അധികം നടന്നിരിക്കുന്നു, അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഖബറിലേക്ക് എൻ്റെ ഒരു വർഷം കൂടി ഞാൻ അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവൻ്റെ ജീവിതം ഇങ്ങനെ ആലോചിച്ച് നോക്കുക, എന്തൊക്കെയാണ് ഞാൻ കൂട്ടിവെച്ചിട്ടുള്ളത്, ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇപ്പം മരണപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് കൊണ്ടുപോകാൻ എന്താണുള്ളത് എന്നുള്ളത് ഒന്നിങ്ങനെ ആലോചിച്ച് നോക്കുക. ഒരു സൂഫി വര്യൻ ഇങ്ങനെ യാത്രക്കാരനാണ്, സഞ്ചാരിയാണ്. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു പള്ളിയിലൊക്കെ താമസിക്കും അദ്ദേഹം. ഒരു ദിവസം ഒരു പള്ളിയിൽ താമസിച്ചിട്ട് അസർ നമസ്കാരത്തിന് ശേഷം മക്ബറയിലൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുമ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ കണ്ണ് പോയി പതിഞ്ഞത് മീസാങ്കല്ലിലാണ്. മീസാങ്കല്ലിൽ ഖബറാളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ അവർ ജീവിച്ച കാലയളവും 2 മാസം 3 മാസം അതുപോലെ തന്നെ 10 മാസം 20 മാസമൊക്കെയാണ് ഏറെക്കുറെ ഉള്ളത്. എന്താണ് ഇത്ര ശിശുമരണം ഉണ്ടാകാൻ കാരണം? അയാളിങ്ങനെ ആലോചിച്ചു. മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം ഒരു കൂട്ടം ആളുകൾ അതിനെ പുറത്തേക്ക് പള്ളിയിൽ നിന്ന് പോയപ്പോൾ അദ്ദേഹം ആ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിൽ വെച്ച് ഏറ്റവും സാത്വികനായ ഒരു മനുഷ്യനോട് ചോദിച്ചു, ഈ നാട്ടിൽ ഇത്രമാത്രം ശിശുമരണം ഉണ്ടാകാൻ എന്താ കാരണം? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞത്, അങ്ങനെയല്ല, ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ മരണപ്പെട്ടാൽ അയാൾ ദീനിന് വേണ്ടി അള്ളാഹ്ക്ക് വേണ്ടി എത്ര നേരമാണ് ചിലവഴിച്ചിട്ടുള്ളത്, ആ നേരമാണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഖബറിൻ്റെ മുകളിൽ വരുന്ന മീസാങ്കലിൽ എഴുതി വെക്കാറ്. അതാണ് ഇവിടുത്തെ ശീലം. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നിയത് എന്നാണ്. നമ്മൾ അങ്ങനെ സൂഫി വര്യന് എല്ലാവരും പോയപ്പോൾ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുന്നൊരു കാര്യമുണ്ട്. ഞാനെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ തലക്കാമ്പുറത്ത് വരുന്ന മീസാങ്കല്ല്, ആ മീസാങ്കല്ലിൽ എന്തെഴുതി വെക്കും? ഇങ്ങനൊരു മനുഷ്യൻ ജീവിച്ചിട്ടേ ഇല്ല എന്ന് എഴുതി വെക്കേണ്ടി വരുമോ? ആ മീസാനുകളിൽ എഴുതി വെക്കാനുള്ള കാലമാണ് നമുക്ക് സ്വർഗത്തിലേക്കുള്ള മുതൽക്കൂട്ടെന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുതൽക്കൂട്ട് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അങ്ങനെ ദീനുൽ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ സ്വർഗത്തിന് വേണ്ടി കിനാവ് കണ്ട് നടക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവനെ, ഞങ്ങൾ എന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ എല്ലാം നീ പുറത്ത് മാപ്പാക്കി തരണേ നാഥ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും ഞങ്ങളുടെ ചെറുപ്പത്തിൽ, ഞങ്ങളുടെ കൗമാരത്തിൽ, ഞങ്ങളുടെ യൗവനത്തിൽ ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ പുറത്ത് മാപ്പാക്കി തരണേ നാഥ. പടച്ചവൻ്റെ റസൂൽ ഞങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. റമളാനിലെ നോമ്പ് നോൽക്കേണ്ട വിധം നോറ്റ് കർമ്മങ്ങളെല്ലാം ചെയ്താൽ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്ത് മായ്ച്ചു കളയുമെന്നത് റബ്ബേ, അത്തരം ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഇനി ഉൾപ്പെടുത്തണമേ നാഥ. റബ്ബേ, ഞങ്ങൾ നോമ്പ് നോറ്റുകൊണ്ട് ഞങ്ങളുടെ ആത്മാർത്ഥമായ നെയ്യത്തോടുകൂടി നിന്നോട് ചോദിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ രഹസ്യമായ സന്ദർഭങ്ങളിൽ, ഇരുട്ടിൽ, പകലിൽ, ഓഫ്ലൈനിൽ, ഓൺലൈനിൽ ഞങ്ങൾക്ക് തെറ്റുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം നാളെ പരലോകത്ത് ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ മുമ്പിൽ പ്രദർശിപ്പിക്കാതെ ഞങ്ങളുടെ കിതാബിൽ നിന്ന് നീ മായ്ച്ചു തരണേ നാഥ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളുടെ ഏറ്റവും വലിയ അഭിലാഷം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് ഞങ്ങളുടെ മക്കളാണ് റബ്ബേ. മലീമസമായ ഒരു അന്തരീക്ഷത്തിലാണ് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് റബ്ബേ. അവർക്ക് ദിശാബോധം പ്രദാനം ചെയ്യണമേ നാഥ. അല്ലാഹുവേ, അവർക്കെല്ലാവർക്കും മുത്തഖീങ്ങൾക്ക് ഇമാമാകാൻ കഴിയണമേ നാഥ. അല്ലാഹുവേ, അവരെ ഞങ്ങളുടെ കൺകുളിർമകളാക്കി വളർത്തണമേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളുടെ പെൺമക്കളുടെ മേൽ പ്രത്യേകമായ ഒരു കാവലിന് നൽകണമേ നാഥ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ, അവരുടെ എല്ലാവരുടെയും രോഗം ശിഫ നൽകി ആരോഗ്യമുള്ള ദീർഘായുസ്സിനെ നീ പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉമ്മ, ഉപ്പ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, കൂട്ടുകാർ, ഉസ്താദുമാർ, ബന്ധുക്കൾ, അവരുടെ എല്ലാവരുടെയും ഖബറുടെ നീ വിശാലമാക്കി കൊടുക്കണമേ നാഥ. പടച്ചവനെ, നിന്റെ റസൂൽ ഞങ്ങൾക്കൊരു വാക്ക് നൽകിയിട്ടുണ്ട്. നല്ല ആത്മാക്കൾക്ക് ഖബറിലേക്ക് സ്വർഗ്ഗത്തിൽ നിന്നൊരു കവാടം തുറന്നു കൊടുക്കുമെന്ന് റബ്ബേ. ഞങ്ങളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക്, ബന്ധുക്കൾക്ക്, ഉസ്താദുമാർക്ക്, നേതാക്കൾക്ക് അവരുടെ ഖബറുകളിലേക്ക് സ്വർഗ്ഗത്തിൽ നിന്നൊരു കവാടത്ത് തുറന്നു കൊടുക്കണമേ നാഥ. പടച്ചവനെ, അവരുടെ ഖബറുടെ നീ വിശാലമാക്കി കൊടുക്കണമേ റബ്ബേ. അല്ലാഹുമ്മ ജഅൽ ഖുബൂറഹും റൗളത്തൻ മിൻ റിയാദിൽ ജന്ന. അല്ലാഹുമ്മ ഇഫ്തഹ് ലഹും ബാബൻ മിനൽ ജന്ന. അല്ലാഹുമ്മ അശ്രിബ് ലഹും ശുർബത്തൻ മിനൽ ജന്ന. അല്ലാഹുമ്മ സിദ്നാ ഇൽമൻ നാഫിയ വഅമലൻ മുതഖബ്ബല വറിസ്കൻ ഹലാലൻ ത്വയ്യിബ. അല്ലാഹുമ്മ സബ്ബിത് അഖ്ദാമനാ ഫീ ദീനിക
اللهم ثبت قلوبنا في دينك. اللهم طهر قلوبنا من الرياء. اللهم طهر قلوبنا من النفاق. اللهم انصر جيوش المسلمين في كل مكان. اللهم انصر جيوش المسلمين في فلسطين. اللهم انصر جيوش المسلمين في فلسطين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم انصر جيوش المسلمين في كل مكان. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا وقيامنا وصلاتنا وصيامنا. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.